നിങ്ങക്ക് ചാറ്റ് ബോക്സ് ആക്റ്റീവ് അല്ല തോന്നുന്നു കേട്ടോ. ഇതിന്റെ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കാം. അതോ സൂം അങ്ങനെ തന്നെ ഓൾറെഡി ആയിപ്പോയതാണോ അതും അറിയില്ല. ചാറ്റ് ബോക്സ് റെക്കോർഡ് ആക്റ്റീവ്. ആണല്ലേ? ആ, റെക്കോർഡ് പോണായി. അപ്പോ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഒരു 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 എന്താ പറയാ, ചില നമ്മൾ പഠിച്ചാലും പഠിച്ചാലും പൂർത്തിയാകാത്ത ഒന്നാണ്. അങ്ങനത്തെ പലതും ഉണ്ടായിരിക്കാം. എല്ലാതും അങ്ങനെ തന്നെയാണ്, എല്ലാ അറിവുകളും അങ്ങനെ തന്നെയാണ്, ഒന്നും കംപ്ലീറ്റ് ആവൂല. പക്ഷെ ചിലതൊക്കെ നമ്മളുണ്ടല്ലോ, ഇത്രയും പഠിച്ചു കിട്ടിയിട്ടുണ്ട് ഇതില്, ഇനി ഇങ്ങോട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെ തോന്നുന്ന ചില സംഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ എത്രയായിരുന്നാലും അങ്ങോട്ട് ക്ലിയർ ആവാത്ത ഒന്നാണ് ആയിട്ടാണ് എനിക്ക് പാരന്റിങ് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നെയും പിന്നെയും പുതിയ പുതിയ എന്താ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, പുതിയ പുതിയ ചിന്തകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയാണ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് സത്യം പറഞ്ഞ ഒരു ജേണിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഒരു 50,000-ന്റെ അടുത്ത് ചെലവാക്കിയിട്ടുണ്ട് പാരന്റിങ് മാത്രമായിട്ട്, ഇങ്ങനെ പല കോഴ്സുകളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അതിൽ നിന്നൊക്കെ എനിക്കുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വേറെന്തോ, മറ്റൊരു വേറെന്തോ പറയുന്നുണ്ട് വെച്ചാൽ അവിടെ പോയി നോക്കൂ, അങ്ങനെ 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 പോയി 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 എന്തൊക്കെയോ കിട്ടി. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരിക, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്, ഇങ്ങനെ കുറെ കുറേ വാസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ് പാരന്റിങ്. അതില് അതേ റൂട്ട് പിടിച്ചു പോയി അതേ കറക്റ്റ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഭയങ്കര സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒന്നാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോ എന്റെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റിങ് ശരിക്കും പറഞ്ഞാല് 2-3 വർഷമൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഒരു ഗുരുവിന്റെ കീഴിൽ ഇരുന്ന് അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലൂടെ കടന്നു പോയി, മക്കളെ ഫാമിലിയെ ഒന്നായിട്ട് വെച്ചിട്ടോ, ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് നിന്ന് അങ്ങനത്തെ കുറെ ഒരുമിച്ച് ഓരോരോ വീടുകൾ അടുത്തടുത്ത് ഉണ്ടാവുമല്ലോ, അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കിട്ടി 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 കൊണ്ടുപോകേണ്ട ഒരു 2-3 വർഷത്തെ പ്രാക്ടിക്കൽ സൈഡ് കടന്നു പോകേണ്ടതാണ് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഓർക്കുകയാണ്. കാരണം അത് ഒരിക്കലും പ്രായോഗികമല്ല. പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ഫുൾ സംഭവം നമ്മളുടെ കയ്യിൽ, ഇതിന്റെ ഒരു PhD നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യാനും പറ്റും. അതും ഒരു വലിയ കാര്യമാണ്. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ചിലതുണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കും. ഈ പണ്ടുണ്ടായിരുന്നു ആന ഉറുമ്പ് സ്റ്റോറികള്, നിങ്ങൾക്കറിയോ? ആന ഇങ്ങനെ കാണിച്ചപ്പോ ഉറുമ്പ് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാ ഉറുമ്പ് ആനയെ തോൽപ്പിച്ചു, അത് എന്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫണ്ണി ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങള്. അപ്പൊ നമ്മൾ പറയും അതിനങ്ങനെ കുറെ ചിന്തിക്കേണ്ട, അത് വേറെ രീതിയിൽ ചിന്തിക്കണം. അത് വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അതിൽ ഉത്തരം കിട്ടുക എന്ന് പറയും. അങ്ങനെ പൊട്ട ചോദ്യമായിരിക്കും. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണല്ലോ ഇതിന്റെ ഉത്തരം എന്ന് തോന്നുകയും ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്, കുസൃതി ചോദ്യങ്ങള്. അപ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കും, എന്താണ് ഇപ്പൊ ഇത്, എന്താന്ന് പറഞ്ഞ്. പണ്ടുണ്ടായിരുന്നല്ലോ, അരി പൊടിപ്പിക്കാൻ പോവാ, ഒരു കുട്ടി അരി പൊടിപ്പിക്കാൻ പോവായിരുന്നു പുഴ കടന്നിട്ട്. അപ്പൊ അവിടെ തോണിയില്ല, എന്താ അവൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഭയങ്കര അവനൊരു അവൻ നീന്തും, അവന്റെ ഇത് അരിയൊക്കെ തലയിൽ വെച്ച് നീന്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആൻസറുകൾ പറയും നമ്മള്. പക്ഷെ അതിന് ഉത്തരം വളരെ ചെറുതാണ്. അരിപ്പൊടി ആരും പൊടിപ്പിക്കില്ലല്ലോ, ഇതാണ് അതിന്റെ ആൻസർ. പക്ഷെ അത്ര കുഞ്ഞിതാണ് ആൻസർ. പക്ഷെ അതിലേക്ക് നമ്മൾക്ക് പോവാൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, കുറേ ദൂരം ഉണ്ടാവും. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചിന്തിക്കും. അപ്പൊ അതൊന്നും വേണ്ട, സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. അതൊരു ഒരു മെന്റാലിറ്റി പോലെയാണ്. അപ്പൊ അതേപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. നമ്മളിങ്ങനെ നമ്മളാകെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ പഠിച്ച മാത്സും എല്ലാതും അതിനകത്ത് കൊണ്ടേ ഇടും. പക്ഷെ ഒരു കണക്കും അവിടെ വർക്കാവില്ല എന്നുള്ളതാ. പക്ഷെ അതിനകത്തൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളുണ്ടല്ലോ, ചില കറികളൊന്നും എന്താക്കിയാലും അതിനൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ചില ഉമ്മമാരൊക്കെ വന്നിട്ട്, നല്ല നല്ല തഴക്കമുള്ള ആളുകൾ വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിൽ വെള്ളം ഏറി മറ്റേ പ്രശ്നമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ പ്രശ്നമായിരിക്കും. അവരെന്തെങ്കിലും പൊടിക്കൈയോടുകൂടി അത് സോൾവ് ചെയ്യും. അപ്പൊ ചില പൊടിക്കൈകളും ചില എന്താ പറയാ തന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പാരന്റിങ്. അത് കിട്ടിയ ചില പാരന്റ്സിനെ നമുക്കിങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്, ലോകത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ ആളുകളെയൊക്കെ കൊടുത്ത ഉമ്മമാര് പലപ്പോഴും അവർ സാധാരണക്കാരായ സ്ത്രീകളായിരിക്കും. അവർക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്ത ആളുകളായിരിക്കും, വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകള്. പക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു പൊടിക്കൈ, അതാണ് അവരുടെ മക്കളെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്.
അത് ചിലപ്പോ ഒന്നും അറിയാത്തതിൽ നിന്നായിരിക്കാം അവർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ അങ്ങോട്ട് ചിന്തിക്കും. കാരണം കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് കുറെ അങ്ങോട്ട് ചിന്തിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ ഒന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ രീതിയിലൊന്നും ചിന്തിക്കൂല. അവർക്ക് കുറച്ചുകൂടെ വേറെ രീതിയിലായിരിക്കും അവര് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും അവര് പോവുക. അങ്ങനെ വളഞ്ഞു വളഞ്ഞൊന്നും പോവില്ല. അപ്പൊ ചിലപ്പോ ആൻസർ ക്യുക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ നമ്മളിപ്പോ കുറെ ടാസ്കുകളിലൂടെ കുറെ ടാസ്ക് നമുക്ക് പെൻഡിങ് ഉണ്ട്. എങ്കിലും ടാസ്കുകൾ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അതിലൂടെയും കുറച്ച് ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോയപ്പോ നമ്മളിൽ ബാക്കിയാകുന്ന ഒരു ഇമോഷൻ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പത്തെ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാസ്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെൻഡിങ് പെൻഡിങ് വെച്ച് 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 ഇപ്പൊ നമ്മള് 3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കണം എന്നതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈൻഡ് അപ്പ് ചെയ്യാത്തത്. എനിക്കിപ്പോ അടുത്തൊരു ബാച്ച് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു വെബിനാറിന് ശേഷം അനൗൺസ് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ അങ്ങനെ ഒരുമിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും നമുക്കത് ചർച്ച ചെയ്യാനും അങ്ങനത്തെ ഒരു ഇടം കൂടെ ആയി കഴിഞ്ഞാലുള്ളൂ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇത് 3 മാസത്തേക്ക് വലിച്ചു നീട്ടിയാനുള്ള കാരണം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തെറാപ്പികളും കാര്യങ്ങളൊക്കെ വന്ന് 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 മെല്ലെ മെല്ലെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു മാസത്തേക്ക് ചുരുക്കുമ്പോൾ നമുക്ക് തെറാപ്പികൾ ബാക്കിയായിരിക്കും. ഒന്നായിട്ട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇതൊരു കോഴ്സ് അല്ലല്ലോ. ഇതൊരു ക്ലാസ്സുകൾ കിട്ടി ഒരു പാഠം മനഃപ്പാഠമാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എത്രത്തോളം കൊണ്ടുപോകാം നമുക്ക് അത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്. അപ്പൊ അതിൽ ഒരു ക്ലാസ് കിട്ടിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ചിലതുണ്ടല്ലോ നമ്മളിങ്ങനെ പോളിഷ് ചെയ്യുന്നത് പോലെ. നമ്മളിപ്പോ ഈ ചെരുപ്പ് നല്ല ചെരുപ്പായിരിക്കും. പക്ഷെ അതിനകത്ത് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതൊന്നും ഇങ്ങനെ തട്ടി തട്ടിയിട്ടായിരിക്കും എല്ലാ ദിവസവും അത് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ പൊടി വരും എന്നുള്ളത് സ്വാഭാവികം. എല്ലായിടത്തും വരും പൊടി. നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊടി വരും. ആ പൊടി തട്ടുക എന്നുള്ളത് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ 1-2 ക്ലാസ്സുകളും കാര്യങ്ങളും ആയിട്ട് വരുമ്പോ ആ പൊടികൾ മെല്ലെ മെല്ലെ തട്ടിപ്പോവും. അതും കൂടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാ അള്ളാ. അപ്പോ എന്താണ് നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോഴ്? ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടില്ല തോന്നണു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു അവസരമാണ്. ഒന്നും പേടിക്കണ്ട, സുഖമായിട്ട് പറയാ. മൊത്തം പ്രശ്നത്തിലാണെന്നുണ്ടെ മൊത്തം പ്രശ്നത്തിലാണെന്ന് പറയാം. എന്ത് വേണമെങ്കിലും പറയണേന് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഓക്കെ, അതല്ല നന്നാവുക. ഹലോ, ആരും ഉണ്ടല്ലേ? നമുക്കിങ്ങനെ പറഞ്ഞോളൂ. ഷബ്നല്ലേ നുഹേന്റെ മോളെ പേരിൽ കയറി അല്ലെ? ഓക്കെ. ഷബ്ന ഓണാക്കിയോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ഇപ്പൊ കുറച്ച് ബഹളുണ്ട്. ഓക്കെ ഓക്കെ. വേറെ ആരുണ്ടെങ്കിൽ വേറെ പറയാം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവ് എന്നുള്ളത് നമ്മള് കുറെ അറിഞ്ഞ് ഇപ്പൊ പാരന്റിങ്ങിന്റെ വിഷയങ്ങൾ കുറെ പഠിച്ച് നമ്മള് ആലിമാവുക എന്നുള്ളതൊന്നും അല്ല അല്ലെ. കുറെ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞാണല്ലോ ആലിമാവുക. അപ്പൊ അങ്ങനെ ഭയങ്കര പണ്ഡിതനാവുക അല്ലെങ്കിൽ വിഷയം കൊണ്ട് പഠിച്ചെല്ലുകയാവുക എന്നുള്ളതല്ല. നമ്മള് ആരിഫ് എന്ന് പറയില്ലേ നമ്മള്. ആരിഫ് എന്ന് പറയാം. അറിയുക എന്ന് പറയില്ലേ. അറഫ എന്ന് പറയില്ലേ നമ്മൾ. അറഫ നഫ്സ് എന്ന് പറയില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ പറയില്ല. നഫ്സിനെ മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയാറില്ലേ. അതേപോലെ അറഫ അല്ലെങ്കിൽ ആരിഫ് എന്ന ഒരു പദത്തിലേക്ക് എത്തുക. ആലിം എന്നുള്ള പദത്തിലേക്ക് അല്ലാതെ നമുക്ക് കുറെ അറിഞ്ഞ് വലിയ പണ്ഡിതന്മാരാവണതല്ല. അറിഞ്ഞ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ചില ആളുകൾക്കുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെറുതെ പറയുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന വല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളായിരിക്കും. പക്ഷെ അത് അവർക്ക് അവിടെ ക്ലിക്ക് ആവും. അത് ക്ലിക്ക് ആയിട്ട് അവർക്ക് അതിന്റെ സീക്രട്ട് മനസ്സിലാവും. ആ സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ടും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോ ഈ അതിന്റെ വലിയ കോഴ്സൊക്കെ എടുത്തിട്ട് അതിന്റെ എന്താ പറയാ പിന്നെ വലിയ പൈസയൊക്കെ ചെലവാക്കിയിട്ട് ആ കോഴ്സൊക്കെ ചെയ്ത് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഇംഗ്ലീഷ് ഈ ടീച്ചേഴ്സിനൊക്കെ ഗ്രാമർ ഒക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് 9-ലും 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഗ്രാമർ നന്നായിട്ട് അറിയും. പക്ഷെ അവരുടെ ഇംഗ്ലീഷിന്റെ അവസ്ഥ എന്താ?
വളരെ മോശമായിരിക്കും അല്ലേ? അവർക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തുണ്ടാവില്ല. സംസാരിക്കുക എന്നുള്ള ലെവലിൽ സാധാരണ കേരള സിലബസിൽ കേട്ടോ, കേരള സിലബസിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോ കേരള സിലബസ് മാത്രമല്ല, അപ്പൊ പുറത്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഇനിയിപ്പോ വരുന്ന ജനറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരേക്കുള്ള ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ലാംഗ്വേജ് വൈസിൽ അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അവർക്ക് എല്ലാത്തിന്റെ സ്പെല്ലിങ്ങും അറിയും, എല്ലാത്തിന്റെ സ്ട്രക്ചറും അറിയും. ഒരു വലിയൊരു വിഷയത്തിനെ കുറിച്ച് എസ് എഴുതാൻ പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് എസ് എഴുതും. നമ്മൾ എഴുതൂലേ? എന്ത് ലോകത്തിലേക്ക് പോകും, എന്താ പറയാ, ആകാശത്തിന് കീഴിലുള്ള എന്ത് സാധനത്തിനെ കുറിച്ച് ചോദിച്ചാൽ മതി ഇംഗ്ലീഷിലെ നമ്മൾ അമ്പനെ അടിച്ചെഴുതും നമ്മള്. എസ് എ ഞാൻ പറയും കുട്ടികളോട്, എന്ത് വിഷയം തന്നോ എസ് എഴുതാ, പക്ഷേ മര്യാദയ്ക്ക് ഒരു സാധനം പറയാൻ നമുക്ക് കഴിയൂല. അതാണ് നമ്മളുടെ ഒരു സിലബസിന്റെ പ്രത്യേകത. നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പൊ ടീച്ചേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഗ്രാമർ പക്കയായിരിക്കും, എല്ലതും ആയിരിക്കും, പക്ഷെ ഭാഷ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും, എഴുതാൻ പോലും അറിയില്ല ഇംഗ്ലീഷ്, സ്പെല്ലിംഗ് അറിയില്ല, പക്ഷെ ഭാഷ അവരെ കയ്യിലുണ്ടായിരിക്കും. ഇപ്പോ കുറേ മുമ്പേ ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് കോവളം ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഈ മുല്ലപ്പൂവും കല്ലുമാല അങ്ങനെയൊക്കെ ഈ കോവളത്തൊക്കെ ശംഖുമുഖത്തൊക്കെ കാണാൻ ഈ ശംഖൊക്കെ വെച്ചിട്ടുള്ള മാലയൊക്കെ വിൽക്കണ കുറെ ലേഡീസ് കുട്ടികളുണ്ടായിരിക്കും, വയസ്സായ അമ്മമാരുണ്ടായിരിക്കും, അമ്മമാരുണ്ടായിരിക്കും, മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല വയസ്സായ ആൾക്കാരായിരിക്കും ഉണ്ടാവുക കേട്ടോ. പക്ഷെ അവര് പറയണ ഇംഗ്ലീഷ് കേൾക്കണം. ഭയങ്കര അതിശയം തോന്നി എനിക്ക് അന്ന്. ഞാൻ ചോദിച്ചിരുന്നത് എങ്ങനെയാ അവരിത് പറയണത് എന്ന്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നിരന്തരമായിട്ട് പിന്നെ ഫോറിനേഴ്സിന്റെ കൂടെ മിങ്കിൾ ചെയ്ത് അവരായി സംസാരിച്ച് അവരാ ഭാഷ പഠിച്ചെടുത്തതാണ്. അപ്പൊ ഭാഷ പഠിക്കുക എന്നുള്ളത് ആ ഭാഷയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അവരതിന്റെ ഗ്രാമറോ അതിന്റെ സ്പെല്ലിങ്ങോ അതിലെത്ര ഇതുണ്ട് എന്നുള്ള അതിന്റെ സ്ട്രക്ചറോ അതിന്റെ ലെങ്തോ ഇതൊന്നും അല്ല നോക്കുന്നത്, ഭാഷയാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇങ്ങനെ കുറേ തിയറി ബേസിൽ ഇങ്ങനെ പോകുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ ഉള്ളിലുള്ള ഒരു സത്തയുണ്ട്. ആ സത്തയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒക്കെ ഈസിയായി. ഭാഷ നമുക്ക് എപ്പോഴും അതിനല്ല ഉപയോഗപ്പെടുന്നത്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു, ഭാഷ കിട്ടിക്കഴിഞ്ഞു, അതേപോലെ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സത്ത കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മള് അത് നമ്മളുടെ ഭാഗമായി സ്വാഭാവികമായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ. അപ്പൊ ആ രീതിയിലേക്ക് ആയിരിക്കണം ഏത് വിഷയമായിരുന്നാലും കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വിഷയമായിരുന്നാലും അങ്ങനെ ആയിരിക്കണം നമ്മൾ എത്തേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ടീച്ചർ ഓണാക്കിയിരുന്നോ? അല്ല, സജിയാണോ ഓണാക്കിയത്? ആരോ ഓണാക്കിയ പോലെ തോന്നി, അതുകൊണ്ടാണ്. ഞാൻ ഓണാക്കിയിരുന്നു. ആ എനിക്ക് പാരന്റിങ് എന്നുള്ളത് അമ്മായി, പാരന്റിങ് എന്റെ മക്കൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടികളല്ല. അമ്മായിക്ക് അറിയാലോ, അവരെങ്കിലും കുറച്ച് സൈലന്റ് ആണ്, പറഞ്ഞ അനുസരിക്കും. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല മൂന്നാളെ കൊണ്ട്. പക്ഷെ എനിക്ക് ഇതിന് കൂടുതൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാന്, അമ്മായിന്റെ ഒരു കോൺഫിഡൻസ്. അമ്മായി ചിലപ്പോ ഒരാളായാലും ക്ലാസ് എടുക്കും, ആളില്ലെങ്കിലും ക്ലാസ് എടുത്തിരുന്നല്ലോ ഒരിക്കൽ ശനിയാഴ്ച. അങ്ങനെ ഓരോ പോയിന്റാണ്. ഇപ്പൊ ഞാൻ ഡെയിലി എക്സസൈസ് ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ, ഒരു പ്രാക്ടീസ് ആയിട്ട് ഡെയിലി ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു 10-15 പേരുണ്ട്. അപ്പൊ അതിലിങ്ങനെ ആള് കുറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് പോലെയാണ് എനിക്ക്. അയ്യോ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലാഞ്ഞിട്ടായിരിക്കാം എന്നിങ്ങനെ തോന്നുമായിരുന്നു. ആദ്യം 10-25 ആള്, പിന്നെ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴേ ഇപ്പൊ ആരില്ലെങ്കിലും ഞാൻ ചെയ്യും സത്യത്തില്. അമ്മായിന്റെ അതിന് ശേഷം ഇപ്പൊ ചിലപ്പോ ഇപ്പൊ ഇതിന്റെ ഒക്കെ ടൈമില് ലീവാണല്ലോ ഇവിടെ. അപ്പൊ 1-2 ദിവസമൊക്കെ ലീവ് കൊടുക്കും. അന്നത്തെ എക്സസൈസ് അല്ല, നമുക്ക് ഇതുപോലെ ഫുള്ള് ലീവ് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളുടെ ഫിസിക്കലി ഉള്ള ഒരു കാര്യമല്ല വിചാരിച്ചിട്ട്. പക്ഷെ ആളില്ലെങ്കിലും ഞാനത് എന്റെ മുന്നിൽ ആളുണ്ട് എന്നുള്ള അർത്ഥത്തിലേ ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ കുറച്ച് കോൺഫിഡന്റ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. അതാണ് എനിക്ക് ഈ ക്ലാസ് മറ്റും ഓരോരോ ക്ലാസ് കേൾക്കുമ്പോഴും എനിക്ക് അതാണ് മാറ്റങ്ങൾ ഉണ്ടായത്. പാരന്റിങ് എന്ന് പറഞ്ഞ് ഞാൻ ചേർന്നാലും മക്കള് വളർന്നു തന്നെ. ചെറിയ മോൾക്ക് ഇപ്പൊ 11 വയസ്സ് കഴിഞ്ഞു, മൂത്ത ആൾക്ക് 26 പക്ഷെ എനിക്ക് മക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പറഞ്ഞ അനുസരിക്കും, വലിയ ബുദ്ധിമുട്ടുകളില്ല. ഇനിയിപ്പോ അവര് തിരിച്ചാദ്യമൊക്കെ പറയുമ്പോ എനിക്കൊരു വിഷമമായിരുന്നു, ഞാൻ ഇത്രയും ഇതായിട്ട്. ഇപ്പൊ എനിക്കതില്ല. അവര് പറയട്ടെ ആയിരിക്കും. കുറെ അതിൽ നിന്നും കുറെ പഠിക്കാൻ പറ്റി എനിക്ക്. എന്റെ അനുഭവം ഇതാണ്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. ഞാന് ഈ പറഞ്ഞതേ, ഞാൻ നെക്സ്റ്റ് പറയാൻ വിചാരിച്ച പോയിന്റ് ആണ് ഇപ്പൊ സജി പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് റിഫ്ലക്ഷൻ ആണത്. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സെൽഫിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളെ ഇപ്പൊ അത് ബാധിക്കണില്ല എന്ന് വിചാരിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എന്ത് തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാലും സെൽഫിന് ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ആ റിഫ്ലക്ഷൻ നമ്മളെ ഫാമിലിനെ നന്നായിട്ട് ബാധിക്കും. അത് നമ്മള് ഇപ്പോ സജ്ജി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ,
ആരുമില്ലെങ്കിലും ക്ലാസ്സിൽ കയറും എന്ന് പറഞ്ഞല്ലോ. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കും. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ റിഫ്ലക്ഷൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആ ഫാമിലിനെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നയിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അതൊരു നല്ല കാര്യമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ വരുമ്പോ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, പിന്നെ എന്താ പറയാ, ഒരുപാട് ലൈറ്റുകൾ ഒരുമിച്ച് വരുന്നിടത്ത് എല്ലാ ലൈറ്റുകളും റിഫ്ലക്ട് ചെയ്ത് വരുമ്പോ വെള്ള ലൈറ്റ് ആണ് ഉണ്ടാവുക, അല്ലെ, വെളിച്ചാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളിലുള്ള എന്തെങ്കിലുമൊക്കെ ചില ക്വാളിറ്റീസ് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോ വേറെ തലത്തിലായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവുക ഫാമിലിക്കകത്ത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെന്നുണ്ടെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ വേറെ രീതിയിലായിരിക്കും ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ടെൻഷൻ നമ്മൾ പൊതുവെ പറയാറില്ലേ. പൊതുവെ ഇപ്പൊ കുട്ടികൾ വരെ പറയുന്ന ഒരു വാക്കാണ് ടെൻഷൻ. എനിക്ക് ടെൻഷനാണ്, എനിക്ക് ബേജാറാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഈ ടെൻഷൻ എന്നുള്ളതിന്റെ ഒരു ഫിസിക്സ് കലർത്തിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടെൻഷൻ വന്ന ആ വാക്ക് വന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറയുമല്ലോ നമ്മള് ഫിസിക്സിൽ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയില്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പോ ഭാരമുള്ള ഒരു സാധനം, വെയിറ്റ് ഉള്ള ഒരു വസ്തു, അതിനെങ്ങനെ തൂക്കിയിടുമ്പോ, ഒരു ഞാണിന്റെ മുകളിൽ തൂക്കിയിടുമ്പോ, പണ്ട് ഫിസിക്സ് പഠിച്ചിരുന്നില്ലേ നമ്മള്, ആ കനമുള്ള വസ്തുവിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ, അതിനാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാരത്തിനെയാണ് പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുള്ളോ പുഷോ എന്തെങ്കിലും ഒരു എനർജി അതിന്റെ മുകളിലേക്ക് വരുമ്പോഴാണ് അത് കൈനറ്റിക് എനർജി ആവുന്നത്, അഥവാ അത് റിലീസ് ചെയ്യുന്നത്, അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഫിസിക്സിൽ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ്, അങ്ങനെ തിളച്ചു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിലെന്തെങ്കിലും ഒരു ചെറിയൊരു അടിയോ ഇടിയോ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് പുറത്തേക്ക് നിന്ന് വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി പോകും, റിലീസ് ആവും. അതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്ന സാധനം അത് പൊട്ടൻഷ്യൽ ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും. അത് സ്നേഹമാണെങ്കിൽ സ്നേഹത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോ സ്നേഹത്തിന് ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പൊ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വാതിലടച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെ. കുറച്ചുകൂടെ ചെറുതാവുന്ന സമയത്ത് മോള് അവിടെ പോയി അങ്ങനെ വെയിറ്റ് ചെയ്യാവും, പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു മണിക്കൂറൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ടൊരു സ്നേഹപ്രകടനമായിരിക്കും. അപ്പൊ ഇങ്ങനെ കെട്ടി നിന്ന ഒരു സ്നേഹം അതിന് റിലീസ് സംഭവിക്കുകയാണ്, ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു കൈനറ്റിക് എനർജിയിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുള്ള ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. ചിലപ്പോ ഇങ്ങനെ കുട്ടികൾ ചെയ്യുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫുള്ളിങ്ങനെ ഉള്ളിൽ എന്താ പറയാ, ഇങ്ങനെ എരിഞ്ഞ അമരുന്ന ഒരു അഗ്നിപർവ്വതം പോലെ, ആ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു തട്ടലോ മുട്ടലോ വേറെ എന്തെങ്കിലും സാഹചര്യം ആയിരിക്കും ഉണ്ടാവുക. കുട്ടികൾ ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ഒരു ഫോഴ്സ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ മൊത്തം നമ്മള് പൊട്ടിത്തെറിച്ച് അത് വീടിനകത്തുള്ള ആളുകളുടെ മേത്തായിരിക്കും ഒന്നായിട്ട് ആ ലാവ കൊണ്ടേ ഒഴിക്കുക. അപ്പോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാകുന്നത്. നമ്മളുടെ ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് എക്സാമ്പിൾ ഉണ്ടല്ലോ, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ സെൽഫിനകത്ത് തളം കെട്ടി നിൽക്കുന്നത് സ്നേഹമായിരുന്നാലും വിദ്വേഷമായിരുന്നാലും എന്തായിരുന്നാലും, ദേഷ്യമായിരുന്നാലും സ്നേഹമായിരുന്നാലും, അതിന്റെ മുകളിലേക്ക് എനർജി വരുമ്പോൾ അത് പൊട്ടും, അത് ഒഴുകും. ഒഴുകുന്നത് ഉള്ളിൽ സ്നേഹമാണെങ്കിൽ സ്നേഹമാണ് ഒഴുകുക. അതല്ല ഇതേപോലെയുള്ള കുറെ പ്രശ്നങ്ങളും കൊണ്ടാണ് നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും പോവാന്നുള്ളതാണ്. ആ റിഫ്ലക്ഷൻ ആയിരിക്കും അത് കുട്ടികൾക്ക് കിട്ടുക. അപ്പോ പിന്നെ നമ്മൾ ഈ പീരിയഡ്സിന്റെ ഒക്കെ സമയത്ത്, പീരിയഡ്സ് ആവാൻ സമയത്ത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 2-3 മാസമായി അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് വയ്യ, ഹസ്ബൻഡിനോട് ദേഷ്യം പിടിച്ചു, മക്കളോട് ദേഷ്യം പിടിച്ചു, ഇതെന്നെ പണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അങ്ങനെ പീരിയഡ്സ് ആവാനായോ എന്ന് വെച്ചു. അപ്പൊ അതൊന്നും അല്ല, പീരിയഡ്സിന്റെ പ്രശ്നമൊന്നും അല്ല, എനിക്ക് ആകെ ദേഷ്യം വരികയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2-3 മാസം കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇത് പീരിയഡ്സിന്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പേ തുടങ്ങി പീരിയഡ്സ് കഴിഞ്ഞുള്ള 1-2 ദിവസം വരേക്കും നീണ്ടു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പോ ആലോചിച്ച് നോക്കൂ, പീരിയഡ്സ് ഏകദേശം ഒരാഴ്ച ഉണ്ടായിരിക്കും. അതിന് മുമ്പ് ഒരു 4 ദിവസം, അതിന് ശേഷം ഒരു 3 ദിവസം ആണെങ്കിൽ 2 ആഴ്ച, മാസത്തിൽ 2 ആഴ്ച ഉമ്മ ഇങ്ങനെയാണ്. ബാക്കി 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ഉമ്മ പല തിരക്കുകളിലും ആയിരിക്കും. എന്തായിരിക്കും ആ വീടിന്റെ അവസ്ഥ? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികളോട് നമുക്ക് പെരുമാറാൻ കഴിയണില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോണത്. പിന്നെ നമുക്കറിയാം
മെനോപോസിനോട് അടുത്തിരിക്കുന്ന പല ആളുകളും ഉണ്ട്. 40 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെനോപോസിലേക്ക് അടുത്തു. അപ്പൊ ആ മെനോപോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഉണ്ട്, മെനോപോസ് ആയിക്കഴിഞ്ഞാലുള്ള മാനസികാവസ്ഥ ഉണ്ട്, പീരിയഡ്സിൽ നമ്മളിപ്പോ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഉണ്ട്. ഇതൊക്കെ പ്രശ്നമാണ്. അതേപോലെ തന്നെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ പോലെ ടീനേജ് പ്രായത്തിലുള്ള 13-14 വയസ്സിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ വീട്ടിലുള്ളത്. ഇത് രണ്ടും കൂടെ ആയി കഴിയുമ്പോ, ഒരു പെട്രോളും ഒരു ഡീസലും എല്ലാം കൂടെ ആയി കഴിയുമ്പോ ഒന്നായിട്ട് വീടിന്റെ ഉള്ളില് പ്രശ്നമായിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോ നമ്മൾ എന്താ പറയാ പക്വമായ രീതിയിൽ അവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നുള്ള റിഫ്ലക്ഷനുകൾ മൊത്തം ഇതേപോലുള്ളതായി മാറും. ആ റിഫ്ലക്ഷനുകൾ എന്നേക്കുമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പാഠങ്ങളായിട്ട് മാറും. അത് അവർക്കും അതേപോലെയാവും. ഞാന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ 2 ഇയേഴ്സ് ഗ്യാപ്പിലാണ് എന്റെ ഡെലിവറി നടക്കുന്നത് മുഴുവനും. അപ്പോ ആദ്യത്തെ 2, പിന്നെ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ്, പിന്നെ 2 വർഷം കഴിഞ്ഞ്, അങ്ങനെ 2 വർഷം കഴിഞ്ഞ് അങ്ങനെ 4 ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്, 4 പ്രസവം. അപ്പോ അതോ എന്തോ എനിക്കറിയില്ല, ഞാൻ ഫിസിക്കലി ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു പോയത്. എനിക്ക് ദേഷ്യം നല്ലോണം പീരിയഡ്സിന്റെ സമയത്ത് ദേഷ്യം വരുന്നത്, ഞാൻ വളരെ പൊതുവെ ഒരു കാമാണ്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ ദേഷ്യമൊക്കെ വരിക. അപ്പൊ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എന്തപ്പോ ഇത് ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് എനിക്കിങ്ങനെ ദേഷ്യം വരണത് എന്നുള്ളത്. അന്നൊന്നും എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ ഇതിലുണ്ടാവുന്ന ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോ പിന്നെ ഞാൻ ആ ദിവസങ്ങളെ വട്ടമിട്ടിട്ട് ഞാൻ നോക്കി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇത് ഇതേപോലെയെന്ന്. അങ്ങനെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, എനിക്ക് സെൽഫിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനും അതിന് നല്ല ഒരു ട്രീറ്റ്മെന്റ്, എനിക്ക് തന്നെ നല്ലൊരു മെഡിസിൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ആവൂന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. പക്ഷെ നമുക്ക് തന്നെ മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറും എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതിനുശേഷം എന്റെ അടുത്ത് വന്നിട്ടുള്ള കുടുംബക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവർക്കൊക്കെ ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. നമുക്കതിലേക്ക് സ്വാഭാവികമായിട്ടും നമുക്കത് മാറാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളിത് തിരിച്ചറിയുക. ഇതേപോലത്തെ പ്രശ്നങ്ങളാണ് ഒരു 8ാം ക്ലാസ് മുതലാണ് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ കാണിക്കുക, പ്രകടമാകുക. കാരണം 13 വയസ്സാണ്, 12 വയസ്സിൽ അത്ര അങ്ങനെ കാണൂല. 13, 14, എന്റെ മോള് 13 വയസ്സ്, മോന് 15 വയസ്സ്. അപ്പോ ഇങ്ങനെ ഉള്ള കുട്ടികൾ 17 മറ്റാളത്. അപ്പോ ഒക്കെ ടീനേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട്, ആൺകുട്ടികളായ രീതിയിൽ ഉണ്ടാവും, പെൺകുട്ടികളുടേതായ രീതിയിൽ ഉണ്ടായിരിക്കും. അപ്പോ ആൺകുട്ടികൾ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു കുറെ സൈലന്റ് ആവും, കുറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല. പക്ഷെ പെൺകുട്ടികൾ നമ്മളെ കൂടെ ഇങ്ങനെ ഇടപഴകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ന റൂൾസ്, ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ വിചാരിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിലൂടെ തന്നെ കുട്ടികൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അതിങ്ങനെ നമുക്ക് പ്രയാസമാവും. അവർ വിചാരിച്ച പോലെ തന്നെ അവർ പോവാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഇതേപോലെ എടുത്ത് ഇടും, ഇത് പ്രശ്നങ്ങളാവും. ഭയങ്കര ലേസി ആയിട്ട് മാറും കുട്ടികൾ. 13 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾ, ഞാൻ എന്റെ കുടുംബത്തിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. 13, 14, 15 വയസ്സ് കുട്ടികൾ കടന്നങ്ങനെ ഉറങ്ങുക, കടക്ക് ഉറങ്ങന്നെ. അപ്പോ എപ്പോഴെങ്കിലും ഇതിനൊക്കെ ഇവിടെ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കാണ്. ആ എന്താ ഉറങ്ങണതാ? ഉറക്കം മാത്രല്ല, എവിടെങ്കിലും ഇരുന്നാ അവിടുന്ന് എണീക്കാനുള്ളൊരു പാട്. ഞാൻ അതെ പറഞ്ഞു, മോളെ അവിടെ ഇരുന്നിട്ടല്ല പഠിക്കേണ്ടത്, എപ്പോഴും ലിവിംഗ് റൂമിൽ സോഫയിൽ പോയിരിക്കും, പഠിക്കാനാണെങ്കിലും ഖുറാൻ പഠിക്കാനാണെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ സോഫയിൽ ഇരുന്നിട്ടല്ല പഠിക്കുക, ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഏരിയയിൽ പോയിരിക്കും. അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യം അപ്പൊ തന്നെ ചെയ്യാൻ ആൾക്ക് പറ്റൂല, അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുള്ളൂ. അതിന്റെ ഇടയിൽ 10 തവണ ഞാൻ അവളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടിയായി. അതാണ് വിഷയം. അതായത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നമ്മളിപ്പോ കുറച്ചിങ്ങനെ നമ്മൾ 12 വയസ്സ് വരെ പിടിച്ച പിടുത്തം എന്തായിരുന്നാലും നമുക്ക് 13 കിട്ടൂല. അത് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കിപ്പിക്കുക. അത് കിട്ടൂല. അത് എത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാലും കിട്ടൂല. ചില കുട്ടികൾ ഉണ്ടായിരിക്കാം അങ്ങനെ, പക്ഷെ ചില കുട്ടികൾ അങ്ങനെ ആവൂല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നല്ല എന്താ പറയാ, കുളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ചേച്ചിയാണെങ്കിൽ ഭയങ്കര പക്കയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലോണം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ മൂത്താള് നല്ല പക്കയാവും, താഴെ ആൾക്ക് കുളിക്കാനൊക്കെ മടിയാകുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ അതേമാതിരി
ഉണ്ടാവും, കുട്ടികൾക്ക് കുളിക്കാൻ മടി ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ക്ലീനിങ് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പൊ അവർക്ക് കുളി മാത്രമല്ല, പല രീതിയിലുള്ള, ഇപ്പൊ മുടി നന്നാക്കാൻ അവർക്ക് മടിയായിരിക്കും. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിലൊക്കെ ഭയങ്കര പിന്നെ ഉത്സാഹം കാണിക്കാൻ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ മുടി നല്ല രീതിയിൽ നിൽക്കുന്നതും പിന്നെ ഡ്രസ്സ് നല്ല രീതിയിലാവണതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്. കുറച്ച് കോളേജിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവര് നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടന്നുറങ്ങുക, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഇതൊക്കെ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും. ഒന്ന് ഹോർമോൺ ചേഞ്ചസ് ആണ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവർക്ക് കിട്ടിയ കുറെ നമ്മളിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ മൊത്തത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ വേറെ രീതിയിലാണ് പുറത്തേക്ക് കാണിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോ എന്തൊരു പ്രവർത്തനത്തിനും അതിന്റെ ഒരു, നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ആക്ഷനും റിയാക്ഷൻ ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിയാക്ഷന്റെ പിന്നിൽ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഉള്ളിലോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തോ നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ആക്ഷൻസുകളാണ് അവർക്ക് റിയാക്ഷൻസ് ആയി വരുന്നത്. അതാണ് അവര് പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഞാനൊരു ഭയങ്കര കാര്യം ചോദിച്ചോട്ടെ? ഉം, മോള് ഒരിക്കൽ ഉണ്ടായി എന്നോട് പറയും, ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനൊന്നല്ല, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതിലേക്കാണ് ഞാൻ അത് ഇതുമായി ഇതാണതെന്ന് തോന്നുന്നു അല്ലെ? അത് നമ്മളിങ്ങനെ അവരെ കമ്പൽ ചെയ്തിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് മടിയാണ് അതുകൊണ്ടാണ് ഈ ഓർമ്മിപ്പിക്കുക, അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ ആയി പോയത് എന്നാണ് അവള് പറഞ്ഞു വന്നതെന്ന് എനിക്ക് അന്ന് തോന്നിയത്. ആ ഇനി ഒന്ന് ചെയ്തു നോക്കിയാൽ മതി, ഒന്ന് ഫ്രീ ആക്കി വിട്ടാൽ മതി അവക്ക്. ഇപ്പോ പിന്നെ ഞാൻ പറയാറുണ്ട്, എല്ലാവരും ഇപ്പൊ ഒരു കാര്യത്തെ, എന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് വലിയ സുഹൃത്ത് പറഞ്ഞാൽ അവളെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവള് പറയാം, ഞാൻ ഇപ്പൊ അടുത്ത് അറിഞ്ഞൊരു പാഠം എന്ന് പറഞ്ഞിട്ട് അവളിനോട് പറയാണ്. കല്യാണം കഴിഞ്ഞ് 10-25 വയസ്സൊക്കെ ആയിട്ട്, 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ആ പെൺകുട്ടി പറയാണ്, ഞാൻ അറിഞ്ഞൊരു കാര്യം, ഞാൻ വിചാരിക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവള് പറയാ, ഒരു കാര്യം ഇപ്പോ എനിക്ക് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകണം എന്നതില് ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ. ഇവിടുന്ന് ഞാൻ എന്റെ നാട് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പൊ അവിടെ ഞാൻ ഓട്ടോ പിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്ന സ്ഥലത്ത് പോയി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അവിടുന്ന് ഞാനൊരു വണ്ടി എടുക്കുന്നു. ഇങ്ങനെ പോകണം എന്നുള്ളതാണ്. ആ റൂട്ട് മാത്രമേ എല്ലാവരുടെ തലയിലും ഉള്ളൂ, എല്ലാവരും അങ്ങനെ ചെയ്യുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അവള് പറഞ്ഞതാ. പിന്നെ പറയാ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു കാര്യം തന്നെ പല രീതിയിൽ ചെയ്യാം, അതിന് പല റിസൾട്ടാണുള്ളത്. അതൊരു വലിയ അറിവാണ് സത്യം പറഞ്ഞാല്. ഞാനത് അവളെ നോക്കി നിന്ന് ഇപ്പോഴാണ് ഉപക്ക് സാധനം പിടുത്തം കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് കോഴിക്കോട് പോണെങ്കിൽ കാർ യൂസ് ചെയ്യാം, ട്രെയിനിൽ പോവാം, ബസ്സിൽ പോവാം, എങ്ങനെ വേണമെങ്കിൽ പോവാം, സൈക്കിളിൽ പോവാം, നടന്നു പോവാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻസ് ആണ്, ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ എങ്ങനെ പോകുന്നു എന്നതെല്ലാം റിസൾട്ട് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പിന്നെ ടൈം മാനേജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടോ, അത് നോക്കിയാൽ മതി. ഞാൻ 10 മണിയാകുമ്പോഴേക്കും എന്റെ ലഞ്ച് റെഡി ആവണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ലഞ്ച് ആയിട്ടുണ്ടാവും, ഒരാളെ സംബന്ധിച്ച് 12 മണിക്ക് ലഞ്ച് ആയിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും കഴിക്കുന്നത് 1:30-ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ 10 മണിക്ക് തന്നെ ലഞ്ച് ഉണ്ടാക്കി വെക്കുന്നത്? ഓരോരുത്തരും ഓരോ പോലെയാണ് ചിന്തിക്കുന്നത്. അപ്പോ പക്ഷെ അതിന്റെ റിസൾട്ട് 1:30 ആകുമ്പോഴും എനിക്ക് ചോറ് വിളമ്പാനും കറി വിളമ്പാനും ഒന്നും ആയില്ല എങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ട്. അതല്ല, എനിക്ക് 11:30-12 മണിയായിട്ട് ചോറായി, എനിക്ക് 1:30-ക്ക് ചോറ് വിളമ്പാൻ പറ്റി, 10 മണിക്ക് ഇവിടെ ചോറായ ആള് 1:30-ക്കാണ് ചോറ് വിളമ്പണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന പ്രക്രിയകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് ഒന്നാണ്. ഓക്കെ. ഇപ്പോ പിന്നെ ഒരു എന്തായിരുന്നു അയാളുടെ പേര്, ഷാനു ഷർമിള എന്തോ പറഞ്ഞൊരാളുണ്ട്. ഈ ഒരു യോഗ സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ക്ലാസ്സുകളും മറ്റൊക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ട സമയത്ത് അയാൾ പറയാണ്, അദ്ദേഹം ഒരു ലോങ് ട്രിപ്പാണ്, അല്ല ലോങ് ജേണിയാണ്, ട്രെയിനിലാണ് പോണത്. അങ്ങനെ 4-5 ദിവസത്തെ ജേണിയൊക്കെ ഉള്ള വലിയ ദൂരമുള്ളൊരു യാത്രയാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേ ഒരു അമ്മയും അച്ഛനും അയാളുടെ അടുത്ത് സീറ്റിൽ വന്നിരുന്നു. AC കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോ രണ്ടാമത്തെ ദിവസം ഇയാൾ ഫ്രഷ് ആയി ഒക്കെ കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ അച്ഛനും അമ്മയും ഇവരെ പരിചയപ്പെട്ടു, ഈ സാറിനെ പരിചയപ്പെട്ടു. സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വന്നപ്പോ, എനിക്കും ഉണ്ട്, അമ്മ പറഞ്ഞു എനിക്കും ഉണ്ട് നിന്നെ പോലെ അതേ പ്രായത്തിലുള്ള ഒരു മോൻ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ അച്ഛനും അമ്മയും വർത്താനൊക്കെ പറയാൻ തുടങ്ങി അവരുടെ പ്രയാസങ്ങൾ പറയാൻ തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അമ്മയും അച്ഛനും ഈ മോനെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് വിവാഹം കഴിപ്പിച്ചത്. അപ്പൊ അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിച്ചിട്ട് വേറൊരു പെൺകുട്ടീനെയാണ് ഈ അമ്മയും അച്ഛനും ഇവന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഈ പെൺകുട്ടിയാണെങ്കിൽ 6 മാസം ആയപ്പോഴത്തേക്ക് മരിച്ചു.
വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോഴത്തേക്ക് മരിച്ചു. അങ്ങനെ ഇവൻ എന്തായി, ഒരു ഭയങ്കര പ്രശ്നത്തിലായി, ഭയങ്കര മാനസികാവസ്ഥ എന്താ പറയാ ആ, അവതാളത്തിലായി, ഭയങ്കര പ്രശ്നമായി, കുടിക്കാൻ തുടങ്ങി, മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ ചിട്ടയോട് കൂടി പോയിരുന്ന കുട്ടി മദ്യപാനം തുടങ്ങി. രാത്രി വീട്ടിലേക്ക് 2 മണിക്കും 3 മണിക്കൊക്കെ കയറി വരുന്ന അവസ്ഥയായി. അച്ഛനും അമ്മേനോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ കച്ചവടത്തിലൊക്കെ ബിസിനസ്സൊക്കെ ആകെ തകർന്നു പോയി. ഒന്നുമില്ലാത്ത ഓരോ ദിവസവും താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ബിസിനസ് എത്തി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ അച്ഛനും അമ്മയും ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്. അതൊരു യാത്രയിലാണ് കാണുന്നത്. അപ്പോ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങ വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ഈ മോനോട് ഇയാളോട് ചോദിക്കുകയാണ്. മോന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ വലിയൊരാളാണെന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കുട്ടീനെ നമുക്ക്, ഈ ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ എന്റെ ക്ലാസ്സിലെ തുടക്ക ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല, നമുക്ക് മാറാൻ പറ്റും. നമ്മൾ മാറുമ്പോ ചുറ്റുമുള്ളത് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് കാണാനും പറ്റും. ഇതൊരു വലിയ, ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രമേൽ ഇത് ജീവിതത്തില് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു സാധനം. ഈ ലോകത്ത് പടച്ചോൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാറാതെ പടച്ചോന് നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കൂല. നിങ്ങൾ മാറണം എന്ന് ഉദ്ദേശിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. പടച്ചോൻ അവിടെ വേറെ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിടാൻ ഒന്നും വിചാരിച്ചാൽ നടക്കൂല. അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോ ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റൂല. ചില ആളുകൾ പറയല്, കല്യാണം കഴിച്ചാൽ ഓനോ ഓളോട് മാറ്റിക്കോളും എന്നൊക്കെ പറയണേക്കാം. നമുക്ക് മാറ്റാൻ കഴിയില്ല, ആരെയും മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മൾ മാറുമ്പോൾ നമുക്ക് ചുറ്റുള്ളത് മാറും. അപ്പൊ ഈ ഒരു തിയറിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കണത്. ഈ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേ, ആദ്യത്തെ ദിവസം മോന് വാതിൽ വന്ന് തുറക്കുമ്പോ 2 മണി 3 മണിയാണെന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കുക. ആദ്യത്തെ ദിവസം അമ്മ പോയി വാതിൽ തുറന്നു കൊടുക്കട്ടെ. വാതിൽ തുറന്നു കൊടുത്തപ്പോ തന്നെ ഈ മോൻ ഇങ്ങനെ ക്ലോക്കിക്ക് നോക്കി, 2 മണി 3 മണി നേരം. അപ്പൊ അമ്മ എന്തിനാ വാതിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ വാതിൽ അടയ്ക്കാതെ കടന്നാൽ മതി, വാതിൽ തുറന്ന് ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു മോനെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അമ്മ സ്നേഹത്തോട്, അമ്മ എന്താ വെച്ചാൽ അമ്മയും അച്ഛനും ഇവന്റെ പ്രവർത്തനത്തിൽ ആകെ മോശ സ്വഭാവമായിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും. കാരണം ഇവനോട് ദേഷ്യായി, ഇവനോട് ഒച്ചയും കച്ചറയും ഒക്കെയാണ് എല്ലാ ദിവസവും. പക്ഷെ ഇവരിങ്ങനെ മാറി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോ ആദ്യത്തെ ദിവസം വാതിൽ തുറന്നു കൊടുത്തു. രണ്ടാമത്തെ ദിവസം 2 മണിക്ക് വന്ന ആള് ഒരു അവര് പറയുന്നുണ്ട് ഒരു 1:30-ഒക്കെയാണ് പിന്നെ വരുന്നത്. 2 മണിയുള്ളത് 1:30 ആയി. 1:30-ക്ക് വന്നിട്ട് വാതിൽ തുറന്ന സമയത്ത് മോനോട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ കഴിച്ചു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം 3-ാമത്തെ ദിവസം ഈ മോൻ വരുന്നത് 1 മണിക്ക്, 12:30 1 മണി ആ നേരത്താണ്. അപ്പൊ ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചതാണോ? ഇല്ലെങ്കിൽ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നിനക്ക് ഇഷ്ടമുള്ള ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, നീ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വേണ്ട, എനിക്ക് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും പോയി കിടന്നുറങ്ങും. പിന്നെ പിറ്റത്തെ ദിവസം ബെല്ലടിച്ചപ്പോ അച്ഛൻ വന്നാണ് വാതിൽ തുറക്കുന്നത്. അപ്പൊ 12 മണിക്ക് ബെല്ലടിക്കുന്ന മോന് അച്ഛൻ വാതിൽ തുറന്നു കൊടുക്കുക. അപ്പൊ കുടിച്ചു വരുന്ന ഒരു മകന് അച്ഛനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അച്ഛൻ പറയാണ്, നീ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഈ മോൻ എന്ത് ചെയ്യാണ്, കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ കുട്ടി മനസ്സിലാക്കുകയാണ്, അച്ഛനും അമ്മയും എന്നെ കാത്തു നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ 10 മണിക്ക് വരാൻ തുടങ്ങി. പിന്നെ അവൻ 9:30-ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 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 അവന്റെ ജീവിതത്തിൽ ഒരു 6 മാസം കൊണ്ട് ഉണ്ടായ ഒരു ചേഞ്ചാണ് ആ അമ്മയും അച്ഛനും പിന്നീട് അവരെ വിളിച്ചിട്ട് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു പോയ രോഗ എന്താ പറയാ, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നത്. ഒരു 6 മാസത്തെ ജേണി. 6 മാസം കൊണ്ട് അയാള് വീട്ടിലേക്ക് വരുന്നതിന്റെ സമയം ഇങ്ങോട്ട് അടുത്തടുത്തടുത്ത് വന്നു. എന്നിട്ട് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, മദ്യപാനം കുറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരാളിൽ മാറ്റം ഉണ്ടാക്കി. ഇവിടെ ഇവരൊന്നും ചെയ്തിട്ടില്ല. മോനോട് വഴക്ക് പറയുകയോ മോനോട് ഉപദേശിക്കുകയോ മോനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്ഥാപനത്തിൽ ഡോക്ടറെ കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് അവരിലുണ്ടായ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒരാളിൽ മാറ്റം ഉണ്ടായത്. അപ്പോ നമ്മളിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. നമ്മൾ മാറുമ്പോൾ ചുറ്റുവട്ടമുള്ളത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഇനിയിപ്പം ചുറ്റുവട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് ആ മാറ്റത്തെ ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ മാറുമ്പോൾ നമുക്ക് ചുറ്റിനുള്ളത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ഉള്ളിൽ നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാവും. അതാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യലാണ്. അപ്പൊ ഇതേപോലെ ഒരു എന്താ പറയാ, കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റം ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞോളന്നില്ല. ഇന്നലെ നടന്ന അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ തന്നെയാവും ഇനി നടക്കാനും പോകുന്നത്. പക്ഷെ
അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടായിരിക്കും. അത് അങ്ങനെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോ പിന്നെ ശബന പറഞ്ഞതുപോലെ ഇപ്പൊ നുഹേനെ പറ്റിയിട്ടൊക്കെ ആവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോ അവള് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് അവൾക്ക് ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ ടൈറ്റ് ആക്കി ഇങ്ങനെ പിടിച്ചൊരു ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു നൂലുണ്ടാവുമല്ലോ, ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. അവള് പറഞ്ഞോട്ടെ, പക്ഷെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതാക്കിട്ടൊന്ന് വിട്ടു കൊടുക്കുക. വല്ലാതെ പറന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ അറ്റം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് പിടിക്കാം. ആ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. എന്നുവെച്ചാല് വീട്ടിൽ എന്തെങ്കിലും കാട്ടണോ ഇതാക്കണം, അപ്പൊ ഭയങ്കര മടിയായിരിക്കും, ചിലപ്പോ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടണൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് തട്ടിയിട്ട് അങ്ങോട്ട് തെറിക്കും. അപ്പോ സ്കൂളിൽ പോകാൻ നേരം വൈകിന്ന് വരും, ചിലപ്പോ ബസ് കിട്ടിയില്ല എന്ന് വരും, അന്നത്തെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്ന് വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അവള് പിന്നെ വെറുതെ കടന്നുറങ്ങിയിട്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോ അടി കിട്ടിയെന്ന് വരും. അപ്പൊ അതിൽ നിന്നൊരു റിയലൈസേഷൻ ഉണ്ടായിരിക്കും, ഉമ്മ പറഞ്ഞ തന്നെയാണല്ലോ ശരി. അപ്പൊ കുറച്ച് എന്ത് ചെയ്യാ, നമ്മൾ ഇങ്ങനെ തന്നെ ആകണം എന്ന് വിചാരിക്കുന്ന ചില റൂട്ടുകൾ ഉണ്ടല്ലോ, അതിന്ന് ഒന്ന് അയഞ്ഞ് ഒന്നൊന്ന് റെഡി ആയിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ല. പിന്നെന്താണ്, വേറൊന്നല്ല, ഈ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാ. കീപ്പ് ഓൺ കണ്ടിന്യൂ, അല്ലാതെ വേറൊരു വഴിയുമില്ല നമ്മളെ അടുത്ത്. കുറേ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാണുന്നത്. ഇപ്പൊ ഇന്നലെ നമ്മൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും നമ്മൾ വെറുപ്പിക്കുന്നുണ്ടായിരിക്കും. അവള് പിന്നെ എന്താ പറയാ കടന്നുറങ്ങുമ്പോ പണിയെടുക്കാത്തതാകുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കണ്ണിനകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് ആ കണ്ണോട് കൂടി നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൺകുളിർമ എന്ന് പറയുന്നത് അത് അവിടെ നല്ല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളെ കണ്ണിന് കുളിർമ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണാണ് മാറേണ്ടത്. നമ്മൾ നോട്ടം നന്നാവുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് കൺകുളിർമ കിട്ടുക. അല്ലാതെ നമുക്ക് കൺകുളിർമ ഉള്ളത് മാത്രം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. നമ്മളെ കണ്ണ് അതിനനുസരിച്ച് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നോട്ടം മതി, നോട്ടത്തിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഉള്ളില് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, കൃത്യമായി ചെയ്യുന്ന, വളരെ സൂപ്പർ ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എന്റെ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെ അവളെ നോക്കുക എന്നുള്ളതാണ്. അപ്പോ കുറച്ച് കഴിയുമ്പോ അത് അതന്നായി മാറും. ഷബ്ന കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആകുന്നതായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ, ഒരു മാസം കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കൂ. പിന്നെ ജോയിൻ ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാ. ഒരു മിനിറ്റ്, വാട്സപ്പിലാ പറഞ്ഞേ? അതെ, അതെ, ഗ്രൂപ്പില്. ആയല്ലോ. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. ടീച്ചർക്ക് കട്ടായി പോയത് നെറ്റിന്റെ ഇഷ്യൂ അല്ലേ? അതെ, അതെ. ഇവിടുത്തെ കുഴപ്പമായിരുന്നു, അവിടുത്തെയാണോ ഇവിടുത്തെയാണോ? അല്ല, ഈ ക്ലൈമറ്റ് മൊത്തം അങ്ങനെ ഇതായതുകൊണ്ടേ, മഴയൊക്കെ അല്ലേ, കുറച്ചൊരു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. ഇൻഷാല്ലാ. പിന്നെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ ഞാൻ ആ തട്ടിത്തെറിക്കുന്നു പറഞ്ഞില്ലേ, കുറെ ചെയ്ത് കുറെ അങ്ങനെ തട്ടിത്തെറിക്കുന്നു പറഞ്ഞതിന് ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയ്യോ, ഞാൻ കേട്ടില്ല തട്ടിത്തെറിക്കുന്നു പറഞ്ഞത്. തട്ടിത്തെറിക്കുന്ന പറയാൻ കാരണം വെച്ചാല് എവിടെയാണോ ചെന്ന് നമ്മളെ പരിധി വിട്ട് കഴിഞ്ഞാലേ ചിലപ്പോ കാണാലോ പട്ടങ്ങോട്ട് പറന്നു പോകണത്. ചിലപ്പോ നല്ല സ്പീഡിലൊക്കെ കൺട്രോൾ കിട്ടൂല. അപ്പൊ നമ്മളെ പിടുത്തം അവിടെ ഉണ്ടായിരിക്കും. അത് ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബസ് കിട്ടാൻ വൈകുകയും സ്കൂളിലും ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും, ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടായിരിക്കും. കുറെ നമ്മളുടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുമ്പോ, നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞതിന്റെ പേരിലാണല്ലോ കുട്ടികൾ പോണത്. അത് അവർക്ക് കിട്ടാതാകുമ്പോൾ ചില മിസ്റ്റേക്കുകൾ അവരിൽ ഉണ്ടാകും, ചില പ്രശ്നങ്ങൾ അവരുണ്ടാകും. അപ്പൊ പലയിടത്തും പോയിട്ട് അവർക്ക് ഒരു തട്ടൽ ഉണ്ടായിരിക്കും. അവർ തട്ടുമ്പോഴാണ് അറിയാ, ഞാൻ ഇത് ചെയ്തില്ലല്ലോ. ആ റിയലൈസേഷൻ ആണ് ഉണ്ടാകേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് അഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാ. ചിലപ്പോ പിന്നെ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് അവർക്ക് എങ്ങനെ തരണം ചെയ്യണം എന്നതിലേക്ക് അവർ എത്തണം. അല്ലാതെ ഒരിക്കലും എല്ലാം നമ്മളിങ്ങനെ അതിങ്ങനെയാണ് കേട്ടോ, അത് അങ്ങനെയാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയോ വേണ്ട. കുറച്ച് കഴിയുമ്പോ അത് ഈ ഒരു ഏജ് അങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോഴാണ് കുറച്ച് അതിനകത്തൊരു എന്താ പറയാ, ഒരു പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു
ഈ ഏജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ആ വിഷയങ്ങളെ കുറിച്ച് കുട്ടികളെ അറിയണം. നമ്മളിങ്ങനെ വല്ലാതെ നിങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിക്കൂടെ പറഞ്ഞു കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇന്ന രീതിയിൽ അത് അതേപോലെ തന്നെ ഒരു ഫോളോ ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കുകയേ വേണ്ട. പക്ഷെ ഇൻസ്ട്രക്ഷൻസ് അത് ഒഴിവാക്കുകയേ വേണ്ട. അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അത് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഞാൻ എന്റെ മോള് ഇതേ ഏജ് ആണ്, ഇതേപോലത്തെ കുറെ കളികളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാല് അവക്ക് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഞാന് കളിയാക്കും, ഇങ്ങനെ കളിയാക്കൂലേ നമ്മളിങ്ങനെ ചമ്മിപ്പിക്കില്ലേ, കുളിക്കാതെ ഒക്കെ ആകുമ്പോ ഇങ്ങനെ ആരാ കുളിക്കാതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അവളെന്നെ പോയിട്ട് ഞാനാ അവിടെ കുളിക്കാത്ത, എല്ലാരും കുളിച്ചോ ഞാനാ കുളിക്കാത്ത, ആ രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ കുറച്ചൊരു ഫണ്ണായിട്ടും കുറച്ചൊരു ആ രീതിയിലൊക്കെ ആയിട്ട് സംഭവം അവരിലേക്ക് എത്തിക്കുക. പിന്നെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയാൽ കുറച്ചും കൂടെ പിടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ തീരെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ഏതൊരു കാര്യം നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയും മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒരു മയത്തിലൂടെയും കുറച്ചും കൂടെ ഒക്കെ രസത്തിലൂടെയും അവരെ ഏത് രീതിയിലാണ് ആസ്വദിക്കുന്നത്, ആ ആസ്വദിക്കുന്ന തലങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അവരെ ഇപ്പൊ ശബന പറഞ്ഞ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നല്ലോ, എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചില സമയങ്ങളിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അത് ഒഴിവാക്കുകയും വേണ്ട. ഈ സ്ഥലങ്ങളിൽ കുറച്ച് ചെറുതായിട്ട് ഒന്നിങ്ങനെ ലൂസായി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോയി കറക്റ്റ് വഴിയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കറക്റ്റ് വഴിയിലേക്ക് വരും. അതൊരു 19 വയസ്സൊക്കെ ആവും അതോടെ കയറി വരണമെങ്കിൽ, ആ ട്രാക്കിലേക്ക് കയറി വരണമെങ്കിൽ. അപ്പോ ഇത്ര ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഇത്ര ഒരു വഴി ഗ്യാപ്പ് കൊടുക്കുക. നമ്മള് ഇതുണ്ടല്ലോ, വഴി കുറച്ചിങ്ങനെ നാരോ ആക്കാതെ കുറച്ച് വീതി കൂട്ടുക. പക്ഷെ ഈ 2 ബോർഡറും ഒഴിവാക്കരുത്. രണ്ട് ബോർഡറും നമ്മൾ ഉമ്മിപ്പിയാണ്, അത് ഒഴിവാക്കാതെ കുറച്ച് വീതി കൂട്ടുക. അതിലൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ സിഗ്സാഗിലൊക്കെ പോയിക്കോട്ടെ. വളരെ ഇടുങ്ങി കഴിയുമ്പോൾ അതിനകത്ത് അവർക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടി വരും. ആ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം വരുന്നത്. കുറച്ച് വലുതാക്കി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടി നിറഞ്ഞൊക്കെ അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു 19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ട്രാക്ക് കയറും. പിന്നെ 13-ലും 14-ലും 15-ലൊക്കെ നമസ്കാരം അടക്കം അവർക്ക് ഭയങ്കര പ്രശ്നമല്ലേ. നിസ്കരിക്കാൻ പറഞ്ഞാല് കേൾക്കില്ല, അല്ലെങ്കിൽ നിസ്കരിച്ചു എന്ന് പറയും, അവിടുന്ന് നിസ്കരിച്ചു ഇവിടുന്ന് നിസ്കരിച്ചു എന്നൊക്കെ പറയും. ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു സ്റ്റോറീസ്, ചെറിയ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പറയുന്ന സ്റ്റോറികള്, ഇതിനകത്തൊക്കെ ഇവരെയും കൂടെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുക. ഞാന് പിന്നെ ചെറിയ മോക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന കഥകള് വലിയ ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ കുഞ്ഞി കഥകളാക്കിയിട്ട് അവളിലേക്ക് എത്തിക്കും. അപ്പൊ അവര് ശ്രദ്ധിക്കും, ഇതെന്താ ഇവൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കും, ഇവൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിലും ഈ മെസ്സേജ് ഇവൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടിക്ക് 4 5 വയസ്സുള്ള കുട്ടിക്ക് ഈ മെസ്സേജ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഈ മെസ്സേജ് ആദ്യം കിട്ടണമല്ലോ. നമ്മൾ ചിന്തിക്കുമല്ലോ അത്. ഇപ്പൊ ഒരു കഥ എന്നോട് ഇങ്ങനെ പറയുമ്പോ ഈ സംഭവം എനിക്കില്ലേ, കാരണം എന്നേക്കാൾ ചെറിയ ഒരാളോടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്, അപ്പൊ എനിക്കിത് ആദ്യമേ കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകള് നിരന്തരമായി കുഞ്ഞു സ്റ്റെപ്പ് വെക്കുക എന്നല്ലാതെ വേറൊരു വഴി നമുക്ക് ഇവിടെ ഇല്ല. നമ്മള് കാമാവുക, നമ്മൾ ആദ്യം നമ്മളെ ശ്രദ്ധിക്കുക. വെറുതെ നമ്മൾ ബേജാറായിട്ട് നമ്മളിങ്ങനെ പ്രയാസത്തിലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയിലേക്ക് പോകാതെ നമ്മളിങ്ങനെ ഒന്ന് കാമാവുക. അപ്പൊ തന്നെ നമുക്ക് കുറേ സമാധാനം ഉണ്ടാവും. അതിലൂടെ തന്നെ നമ്മൾ നോക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോ കുട്ടി ചെയ്യുന്ന ഒരു രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള് ആ കറക്റ്റ് റൊട്ടീൻ അല്ലാതെ ആകുമ്പോ രാവിലെ നമ്മൾ കുറച്ച് ദേഷ്യം പിടിക്കും അല്ലെ. കറക്റ്റ് റൊട്ടീൻ ആയിട്ട് 10 മണിക്കോ എത്ര മണിക്കോ സ്കൂളിലേക്ക് പോകണമെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ചിട്ടാവട്ടങ്ങളാണല്ലോ. അത് കറക്റ്റായി ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ദേഷ്യം മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ അത് അവർക്കൊന്ന് ഇങ്ങനെ കുറച്ചൊന്ന് അവർ ചെയ്യണ പോലെ ചെയ്യട്ടെ. നമ്മൾ നമ്മളെ പണി എടുത്തിട്ടൊന്നും എല്ലാം അങ്ങനെ പോരാ. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഡ്രസ്സ് ഇട്ടുന്ന് വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഷബ്ന ഫസ്റ്റ് പാരന്റിങ് ക്ലാസ്സിൽ വന്ന സമയത്ത് തന്നെ അല്ലെ, ഡ്രസ്സ് ലോണ്ടറി ബാഗിൽ ഇടാൻ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാ അവിടെ കിടക്കണം. ഞാന് പിന്നെ കോമഡി എന്താണെന്നറിയോ, ആ. ലോണ്ടറി ബാസ്ക്കറ്റിന്റെ മൂടി ഞാൻ ഊരി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ലോണ്ടറി ബാസ്ക്കറ്റ് മേലെ കൊണ്ടുപോയി വെച്ച് നിങ്ങൾ ഇടണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ലോട്ടറി ബാഗിന്റെ മുകളിൽ ഇങ്ങനെ കുമ്പാരായിട്ടുണ്ടാവും. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ആ മൂടി തുറക്കാൻ പോലെ അവർക്ക് വയ്യ. അതെ, അതെല്ലായിടത്തും ഉള്ളതാണെന്ന് പറയാ. അപ്പൊ അത് നമ്മള് പറഞ്ഞു വെറുതെയാണ് ആ പറഞ്ഞത്. എന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും 5-6 കൊല്ലായി നമ്മളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ ഒരു മാറ്റമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവർ സ്വാഭാവികമായിട്ടും ചെയ്തോളും കുറച്ച് കഴിയുമ്പോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെയൊക്കെ, നമ്മളെ ഉമ്മമാർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇതേമാതിരി. എന്താ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ഇമോഷൻസ് പെട്ടെന്നാ, അതായത് സങ്കടമായാലും ദേഷ്യമായാലും കരച്ചിൽ വരുന്നതൊക്കെ പെട്ടെന്നാ.
അപ്പൊ ഈ മക്കള് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പോലും അവരെ വഴക്ക് പറയണതിന്റെ ഇടയില് ചിലപ്പോ കരയും. ഞാൻ കരയും. അപ്പൊ അവര് ചോദിക്കും ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് ഉമ്മച്ചി എന്തിനാ കരയണേ? കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി നോക്കൂ. കുട്ടികൾക്ക് അത് എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് നോക്കാം. കുട്ടികളെ ഭയങ്കരമായിട്ട് സോപ്പ് ഇടുക ഒന്നും വേണ്ട. കുറച്ച് അവനാന്റെ കാര്യങ്ങളിലായിട്ട് അവരെ അവരെ പാട്ടിന് വിടുക, നമ്മള് നമ്മളെ പാട്ടിന് നടക്കുക. ആ പക്ഷെ ആ ശ്രദ്ധ പാട്ടിന് ഉണ്ടായിരിക്കണം. പാട്ടിന് വിടുക എന്ന് പറയുമ്പോ പിന്നെ നീ നിന്റെ ഇതിന് പൊയ്ക്കോ അങ്ങനെ ആവരുത്. ഇത്രയും ഞാൻ പറഞ്ഞു നീ നിന്റെ പൊയ്ക്കോ അങ്ങനെ ആവരുത്. പിന്നെ നമ്മള് പറഞ്ഞാല് ഉമ്മമാര് എന്ന് പറഞ്ഞാല് നമ്മളോ കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ പഠിച്ചോ നമുക്ക് ഇങ്ങനെ തന്നൊരു സംഭവമാണല്ലോ. ഞാനത് മുമ്പ് വിഷയമൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ പുക്കിളിപ്പൊടി കട്ട് ചെയ്താലും നമുക്ക് അറിയാത്ത ഒരു കണക്ഷൻ കുട്ടികളായിട്ട് ഇങ്ങനെ ഉണ്ട് അല്ലെ. സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവർ സ്കൂളിൽ എത്തി കഴിഞ്ഞാലും വേറെ എവിടേക്കൊക്കെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അവര് ഫീൽ ചെയ്യും അല്ലെ. നമ്മളെ ചുറ്റും അവരുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് പഠിച്ചോണ്ട് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഉമ്മമാർക്ക്. അപ്പോ ഞാൻ എന്റെ കണക്ഷൻ വിട്ടു എന്നുള്ളതല്ല ഒരിക്കലും ആവേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി നീ കുറച്ചൊന്ന് ഓടിക്കോ. നമ്മള് പാർക്കിൽ പോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. നമ്മള് പാർക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ സീറ്റിൽ അവിടെ ചെയറിൽ ഇരിക്കല്ലേ ചെയ്യല്. നമ്മൾ കണ്ണോണ്ട് ഇങ്ങനെ നോക്കും. ഇപ്പൊ അവള് കുഞ്ഞാലിലാണ്, കഴിഞ്ഞിട്ട് സ്ലൈഡിൽ കയറിയിട്ടുണ്ട്, മറ്റേല് കറങ്ങുന്നുണ്ട്, അത് ഡേഞ്ചർ ആണോ, ഈ രീതിയിൽ നമ്മൾ കണ്ണുകൊണ്ടാ നോക്കുക അല്ലെ. പാർക്കിൽ നമ്മളവിടെ സുഖമായിട്ടിരിക്കും. നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കും. കാരണം ഇവൾ ഈ പരിധിയിൽ നിന്ന് പോകൂല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു തവക്കലുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ ചെറിയ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭരമേൽപ്പിക്കലുണ്ട്. അതേപോലെയുള്ള ഒരു സംഭവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാല് നമുക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കൂലേ. കുട്ടികളെല്ലാരും ഈ നാലെണ്ണത്തിന് കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണോ ചെയ്യാ? അല്ല. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ നാലെണ്ണത്തിന് നമ്മളെ 4-5 അത്ര ഉള്ളതിനെ നമ്മളുടെ ഒരു പരിധിക്ക് അവരെ നിർത്തും. കാരണം റഷാണ് ഏരിയ, നമ്മളെ അടുത്ത് പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. പക്ഷെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് കുട്ടി പോകൂല എന്നുള്ളതിന്റെ കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നീ ഈ ഏരിയയിൽ പോയാലും ആ ഏരിയയിൽ പോയെന്നല്ല മുമ്പ് അവിടെ ഉണ്ടായിരിക്കും, ഇങ്ങോട്ട് വന്നു. ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിടലുണ്ടല്ലോ, ആ കണക്ഷൻ വിടാതെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക. അതിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ തന്നെയാണ് എല്ലാ ആളുകളും, വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടായത് അങ്ങനെ. ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, ഇപ്പൊ കമ്പ്യൂട്ടർ അല്ല 2ാം ക്ലാസ് മുതൽ സ്കൂളിലേക്ക് പോവാതെ, അവന്റെ പേരെന്താ എനിക്കറിയില്ല. പിന്നെ എന്നിട്ട് അവനിപ്പോ ഭയങ്കര ഫിസിക്സിൽ US ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവന് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നല്ലോ. പേര് ഓർമ്മയില്ല. ഒരു ചെറിയ കുട്ടി 8ാം ക്ലാസ്സിലെങ്ങാണ്ട് ഇപ്പൊ എത്തേണ്ട പ്രായം അല്ലെ. അവന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ഈ അടുത്ത്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 വയസ്സ് വരെയൊക്കെ അവര് കുറെ ശ്രമിച്ചു. അമ്മ പിന്നാലെ നടന്നിട്ടുണ്ടാവും. അവന്റെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും സ്കൂളിൽ ചേർത്താനും പാരന്റ്സ് അതൊക്കെ കുറെ നടത്തിയിരുന്നു. ടീച്ചേഴ്സ് ആയിട്ടുള്ള വർത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനി എന്താ ഇവൻ ഇങ്ങനെ ആവുന്നുള്ളെങ്കിൽ അവൻ അത് കൊടുത്തു. ആ വിട്ട സമയത്ത് അവര് എന്താ ചായ്ക്കോ എന്നുള്ളതല്ല, അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. എന്താ ചായ്ക്കോ, ഞാൻ വിട്ടു, ഞാൻ ഒരു ഇതും ഇല്ല, ഞാൻ ആ രീതിയിലല്ലാതെ ഇവൻ ഇവിടെയാണോ, ഇവൻ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആകട്ടെ, അതിൽ നമ്മൾ കൊടുക്കുമ്പോ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില വഴികൾ അവരവിടെ തെളിക്കും. അവർക്ക് അതിലേക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻഷാല്ല ചെറുതായിട്ടൊന്ന് അങ്ങനെ നോക്കി നോക്കൂ. അതിൽ ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. നമ്മളുടെ ടെൻഷൻ ശരിക്കും കുട്ടികളെ ബാധിക്കും. നമ്മളെ ഹോർമോണ് അത് ഭയങ്കര കണക്ഷനാണ്. വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വീട്ടിലിരുന്ന് കണ്ട് പിന്നെ സ്കൂളിൽ എത്തിയ കുട്ടിയെ കുറിച്ച് ഇവിടെ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിനകത്ത് അപ്പൊ ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇത് പഠനമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഉമ്മ ഒരു കുട്ടീനെ പറ്റിയിട്ട് എത്ര ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അവനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാൽ അവൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അത് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഉമ്മമാർക്ക് അതിന്റെ ഒരു ഇത് ഉണ്ടാകാറുണ്ട്. പറയില്ലേ, നിനക്ക് അങ്ങനെ ഉണ്ടായോ, ഉമ്മാക്ക് വിടുന്നത് മനസ്സിലായി എന്ന് പറയുമല്ലോ. ആ ഒരു കണക്ഷൻ. ചിലത് പറയില്ല, ചില അപകടങ്ങളോ മറ്റൊക്കെ പറ്റി പോയാല്, അല്ലെങ്കിൽ ചില ഉമ്മമാര് പറയാല് നീ ഇപ്പൊ പോലെ എനിക്ക് എന്തോ ഒരു ബേജാറ് പോലെ, എന്തോ പറ്റുമെന്ന് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ അല്ലെ. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, കുട്ടികളുടെ അവസാന സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി ആദ്യമേ ഉണ്ടായ ഉമ്മമാരും അങ്ങനെ കുറെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. അതൊരു കണക്ഷനാണ്. അതിന്റെ ഉള്ളില് നമ്മൾ ഒരു വയർ കണക്ഷൻ ഉണ്ട് ഇതിന്റെ ഉള്ളില്. അത് നമ്മൾ ആ ഒരു പുക്കിൾക്കൊടിയാണ് കട്ട് ചെയ്താലും തീരാത്ത എത്രയോ കാലം നമ്മളുടെ
അവർക്ക് ജീവൻ വെച്ചത് തന്നെ നമ്മളെ ശ്വാസം കൊണ്ടും നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ്. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ എന്തായിരുന്നാലും ഉമ്മാക്ക് പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ നോട്ടം തന്നെ നമ്മളിത് എങ്ങനെ ശരിയാക്കുക. ഇപ്പോ ഞാൻ കഴിഞ്ഞ വെബിനാർ നടത്തിയിരുന്നു കുട്ടികൾക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ലാസ്റ്റ് ഒരു മോൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വസീം എന്നോ എന്താ പേരാ അവന്റെ. അവൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ശരിക്കും അന്തം വിട്ടുപോയി അവന്റെ ചോദ്യം കേട്ടപ്പോ. ആദ്യം എനിക്കിത് അവൻ എന്താ പറയണം മനസ്സിലായില്ല, കുറച്ചൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവൻ പറഞ്ഞത് ഇങ്ങനെയാ, ചോദ്യം ഇങ്ങനെയാ, മാം പറഞ്ഞല്ലോ പിന്നെ ഞങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി ഒരു ഉമ്മാക്ക് നോക്കാന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മക്ക് എവിടെ വരെ ഒരു കുട്ടിയുടെ പ്രൈവസിയിലേക്ക് കടന്നു വരാം എന്നുള്ളത് ഒരു മോൻ ചോദിക്കുക. ഒരു ഉമ്മാക്ക് എത്രത്തോളം ഒരു മകന്റെ പ്രൈവസിയിലേക്ക് എവിടെയാണ് ആ ബോർഡർ എന്നുള്ളത്. അപ്പോ ആ ബോർഡർ പിന്നെ കുട്ടിക്ക് കൊടുത്തു എന്ന് കുട്ടിക്ക് തോന്നണം. കുട്ടിക്ക് ഞാന് നിന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെ എന്താ ചെയ്യാൻ പോണത്, നീ നോക്കണത് എന്താണ്, നീ സിനിമയാണോ, നീ സീരിയലാണോ, നീ കാർട്ടൂണാണോ, ഈ രീതിയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ അപ്പുറത്തിരുന്ന് കാണുന്നത് ഇപ്പുറത്തിരുന്നാ മനസ്സിലാവും എന്നുള്ളതാണ്. ഏത് ഉമ്മാക്കും മനസ്സിലാവും. അതിപ്പോ അവനെ ഏത് രാജ്യങ്ങളിൽ വിട്ട് കഴിഞ്ഞാലും അവൻ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉമ്മാക്ക് മനസ്സിലാവും. അതിന് വലിയ ഇതൊന്നും പഠിക്കൊന്നും വേണ്ട. അത് ഉമ്മയായ മാത്രം അത് കിട്ടണതാണ്, ഉമ്മയാകുമ്പോ തന്നെ കിട്ടുന്ന സാധനം. അപ്പോ പിന്നെ ആ ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രൈവസി ഉണ്ടായിരിക്കും. അപ്പോ ഇതിൽ നിന്നായിരിക്കും ആ ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി അത് അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും. അപ്പോ നമ്മളെ പലപ്പോഴും ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ എന്താ ഏതാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവനെ അറിയുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനുള്ള സ്പേസ് തന്നിട്ട്, ഇപ്പോ ഭാര്യ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളിങ്ങനെ ഫോൺ നോക്കുന്ന സമയത്ത് ഇപ്പുറത്ത് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് തോന്നൂലേ, ഇയാൾക്ക് തരുന്നില്ലല്ലോ, ഒരു ഫ്രീഡം തരുന്നില്ലല്ലോ എന്നുള്ളൊരു സാധനം നമുക്ക് വരില്ലേ. അത്രയുള്ള സംഭവം. ഞാനൊരു ഫോണായിട്ട് ഇരുന്നപ്പോ ഞാൻ നോക്കണത് നോക്കിയപ്പോ അപ്പൊ നമ്മള് വല്ല കുക്കറി ഷോയൊക്കെ ആയി നോക്കുക, അല്ലെങ്കിൽ നമ്മളുടേതായ വല്ല ചെടി നനയ്ക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നോക്കാം. നീ 24 മണിക്കൂർ ഇതാണോ നോക്കുന്നത്, കമന്റും ചെയ്ത് അവിടെ പോകുമ്പോ ഇയാൾ ഇത് വന്ന് നോക്കാൻ ആ സ്വാഭാവികമായിട്ട് നമുക്ക് വരും. ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണോ അത് വരുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫോൺ വിളിക്കുന്ന സമയത്തായിരിക്കും മൂപ്പര് കയറി വരിക. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മൂപ്പര് വിചാരിക്കും ഇവിടെ 24 മണിക്കൂർ ഫോൺ വിളിച്ചിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കുറെ നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ മനസ്സുകളിലേക്ക് പോകുന്നുള്ളതാ. അപ്പോ കുട്ടികളുടെ ഇടയിലും അത് തന്നെയാണ്. അവർക്ക് ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് അവർക്ക് കൊടുക്കുക. ആ സ്പേസ് അവർക്ക് കൊടുത്താലുണ്ടല്ലോ അവര് അതില് ഭയങ്കര അടിപൊളിയായിരിക്കും. നമുക്ക് കാണാൻ പറ്റും, അത് ശരിക്കും കാണാൻ പറ്റും. കുറച്ചൊരു സ്പേസ് കൊടുക്കുക. അപ്പൊ ചില കുട്ടികളുണ്ടല്ലോ ഈ പഠിക്കാനൊക്കെ ചില ഉമ്മമാര് നോക്കുകയില്ല. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നേ, അമ്മയ്ക്കും അച്ഛനും ഒന്നും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇവൾക്കാണെങ്കിൽ ഭയങ്കര പാവപ്പെട്ട ഫാമിലിയാണ്, പഠിക്കുക എങ്ങനെയെന്ന് തന്നെ ഒക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഇതായി. അപ്പോ അവൾക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ ആരുമില്ല, പറയാനും ആരുമില്ല, പറഞ്ഞു കൊടുക്കാനും ആരുമില്ല, അങ്ങനെ ചെയ്യണം പറയാനോ ഒന്നും ആളില്ല. അപ്പൊ അവളായിട്ട് തന്നെ എന്താ പറയാ കുഴിച്ചുണ്ടാക്കി അതിനകത്തുനിന്ന് വെള്ളം കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ അവൾ തന്നെ അതിനകത്ത് പ്രയത്നിച്ച് അവൾ തന്നെ അതിനകത്ത് നിന്ന് എടുത്ത ഒരു സംഭവം. അപ്പൊ അതേമാതിരി നമുക്കൊക്കെ കുട്ടികൾക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കണം, എന്നാലേ അവർക്ക് അവിടെ ഓടാനും ചാടാനും എന്താ പറയാ ഇങ്ങനെ. എന്റെ അച്ഛനിപ്പോ പിന്നെ പാരലൈസ് ആയിട്ട് ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ റൈറ്റ് സൈഡ് കുറച്ച് വീക്കാണ്. അപ്പോ അമ്മ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നോക്കും അച്ഛനെ, ഭയങ്കരമായിട്ട്. അച്ഛന് കഴിയുന്ന കാര്യം കൂടെ അമ്മ ചെയ്യും. അപ്പൊ ഞാനും എന്റെ ചേച്ചിയും പറയലെന്താ എന്താ വെച്ച് കഴിഞ്ഞാല് അച്ഛന് കഴിയുന്ന കാര്യം ചെയ്യട്ടെ. അച്ഛന് കഴിയുന്ന കാര്യം ചെയ്താലുള്ളൂ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ് ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാതും അമ്മ ചെയ്യുന്നൊരവസ്ഥ വരും. അമ്മയ്ക്കത് സ്വാഭാവികമായിട്ടും പ്രായമായിട്ടുണ്ട്, അപ്പൊ അതിന്റെ പ്രയാസം അമ്മയ്ക്കും ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ, ഒന്ന് ലൂസാക്കി വിടുക, അച്ഛന് കഴിയുന്ന കാര്യം അച്ഛൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതേമാതിരി നമ്മളെ കുട്ടികൾക്ക് കഴിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് അവരൊന്ന് മെല്ലെ വിടുക, കുറച്ച് ലൂസാക്കുക. അപ്പൊ അവർക്ക് ഇപ്പൊ ഇതിലെന്ത് ചെയ്യണം എന്നവർക്കൊരു തോന്നലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒക്കെ അതിനനുസരിച്ച് ഇങ്ങനെ കിട്ടണു, ഒക്കെ അങ്ങനെ റെഡിയായി കിട്ടണു, ഒക്കെ റെഡിയായി കിട്ടുന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പോവാം എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ എന്തൊക്കെയോ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല, കുറെ കാര്യങ്ങൾ വേറെയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പറയാന്? എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ? ആവശ്യമുള്ളതൊക്കെ കിട്ടി, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. വേറെന്താ? ഞാനൊന്ന് കാമാവാന് പ്രാർത്ഥിക്കല്ലായിരുന്നു. പൊതുവെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതാണ് പ്രശ്നം.
ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന വല്ല കോഴ്സുകളോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ അങ്ങനെ എഴുതിയിട്ടാ മതി. ബികാംന്നോ കൂൾന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിനനുസരിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. പിന്നെ എന്തെങ്കിലും പറയണ്ട ആർക്കെങ്കിലും? അസ്സലാമലൈക്കും വലൈക്കും സലാം. അൽഹംദുലില്ലാ വളരെ സന്തുഷ്ടരാണ് ഞങ്ങള്. സജിന്റെ വാക്കുകള് കുറെ മനസ്സിൽ കുറെ ആശ്വാസം തരും. ഞാന് മൊത്തത്തില് ഞാൻ വിചാരിക്കും എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കണം എന്നുള്ളത്. കാരണം ഇന്നിന്റെ കാലഘട്ടത്തില് നമുക്കറിയാം കുടുംബ ശൈഥില്യങ്ങള്, സമാധാനക്കുറവ്, അതേപോലെ തന്നെ സ്വസ്ഥത തേടിയിട്ടുള്ള അലച്ചിലുകള്, അതേപോലെ തന്നെ പുതിയ പുതിയ ചിന്താഗതികളുള്ള മക്കള്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു കാലഘട്ടത്തില് ചെറിയ രീതിയിൽ ഈ രൂപത്തില് ഇപ്പൊ നിങ്ങൾ സൈക്കോളജി മാത്രല്ല, ഖുർആൻ തന്നെ ശരിക്കും വലിയ സൈക്കോളജി ഖുർആനിലാണല്ലോ. അതും വെച്ച് പറയുമ്പോ തീർത്തും നമ്മളെ കുറേ കാര്യങ്ങള് ചെയ്യാൻ കഴിയുന്നുണ്ട്. പലതും അൽഹംദുലില്ലാ നേരത്തെ ഷെബു ആരോ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് നമുക്കെന്നെ കിട്ടുകയാണ്. കഴിയും, അത് എന്തായാലും എനിക്കും കഴിയും എന്നുള്ളൊരു തോന്നല്. അപ്പോ പല നിലക്കും എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ ഉടനീളം കൊടുക്കേണ്ട ചെറിയ ചെറിയ നുറുങ്ങുകളാണ് ശരിക്കും ഇത്. ഇപ്പോ കുടുംബത്തിലെ ഉമ്മയും മക്കളും തമ്മില്, അതേപോലെ ആൺമക്കള് കല്യാണം കഴിച്ചിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ഇങ്ങനെയൊക്കെ അംഗീകാരത്തിന്റെ കുറവുകള്, പരിഗണനക്കുറവുകള്, അതൊക്കെ ശരിക്കും ഒരു വിധത്തിൽ പറഞ്ഞാല് തോറ്റ് കൂലി വാങ്ങുക, അതേപോലെ ക്ഷമിച്ച് കൂലി വാങ്ങുക, ആ ഒരു ദിക്ക് നമ്മളെ മനസ്സിനെ എത്തിക്കാൻ ഇത്തരം ക്ലാസ്സുകൾക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാ എന്തുകൊണ്ടും കേൾക്കണം. ഫദക്കിർ ഇന്ന ഫാത്തി ദിക്റ, ഉത്ബോധനം നടത്തുക. ആ ഉത്ബോധനം ഇടക്കിടക്കുള്ള ഉത്ബോധനങ്ങള് നമ്മൾക്ക് ഗുണം ചെയ്തേക്കാം എന്നാണല്ലോ. ഇത് നമ്മൾ ഇടക്കിടക്ക് കേൾക്കുമ്പോ നമ്മൾ തന്നെ നന്നാവും. ഉദാഹരണത്തിന് ഇപ്പൊ സെജി പറയുന്ന ചില വാക്കുകള്, ഉമ്മാക്കൊരു ഭയങ്കര അധികാരമാണ്, എന്റെ മക്കളാണ്, അവരങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള ചിന്തയാണ് ഞാനും കേട്ടോ. കുറെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് തോന്നുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പത്തെ കുട്ടികളെ പാൻസ്, എനിക്ക് 3 ആൺകുട്ടികളാണ്. ഇപ്പൊ പാന്റ് എടുക്കാൻ പോകുമ്പോ, അതേപോലെ ഷർട്ട് എടുക്കാൻ പോകുമ്പോഴൊക്കെ കരഞ്ഞു പോരലുണ്ടായിരുന്നു തുഷാപ്പെന്ന്. കാരണം എന്താ വെച്ചാല് എല്ലാവരും ലൂസ് പാന്റ്, താഴ്ന്നിടുന്ന പാൻസ് ഇടുമ്പോ നമ്മൾ അങ്ങനത്തെ ഒരു പാന്റ്, നല്ലൊരു പാന്റ് കാണാനില്ല കടയില്. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ശീലെടുക്കും, നമ്മൾ വിചാരിച്ച പോലെ അവർക്ക് അടിച്ചെടുക്കും, അവര് ഇട്ടും. പക്ഷെ എന്നാലും ഇങ്ങനെ ആയല്ലോ, എന്താ ശരിക്കും ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അത്രയും വിഷമത്തിലാണ് പോരുക. അപ്പോ മക്കളോട് അതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അഥവാ ശ്വാസം പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ വേഷം ഇസ്ലാമികമായിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, നരകത്തേക്കല്ലായിരിക്കും നമ്മൾ പോവുക എന്നുള്ളൊരു ധാരണ എത്തിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഡിസ്കഷനുകൾ, ഇപ്പൊ നേരത്തെ സജി പറഞ്ഞ പോലെ ഗ്യാപ്പ് കുറച്ചുകൂടി കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ, അതില് എനിക്ക് തോന്നുന്നു ഡിസ്കഷനുകളാണ്. ഇപ്പൊ നീ അങ്ങനെ ആവണമെന്ന് പറയരുത് സജി പറഞ്ഞ പോലെ, നമുക്ക് അങ്ങനെ ആയാലോ, അവിടെ എങ്ങനെയാണ് ഈ സംഭവത്തിൽ എനിക്കത് സന്തോഷമായി, ഇങ്ങനെ മോനെ ഞാൻ കണ്ടു, ഇങ്ങനെ മോള് കണ്ടു, ഇതൊരു മാതൃകയാണ്. ആ രൂപത്തിലുള്ള സംസാരങ്ങളെ ചർച്ചകളൊക്കെയാണ് കൂടുതൽ ഫലപ്രദമാകാൻ എനിക്ക് തോന്നുക. അപ്പോ ഇത്തരം ക്ലാസ്സുകൾ, ഇത്തരം കേൾവികൾ കുറെ ഇനി എന്റെ മനസ്സിക്ക് സജി പറഞ്ഞതൊന്ന് തട്ടിയത്, പലപ്പോഴും നമ്മൾ കുട്ടികള് എന്തത് അങ്ങനെ ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറയുമ്പോ സജി പറഞ്ഞ ഓർമ്മ എന്തല്ല, നിങ്ങൾ ആ ചെറിയ കുഞ്ഞു കുട്ടിന്റെ മുഖം എപ്പോഴും ഒന്ന് കണ്ടു നോക്കണം. ഞാനപ്പോ ജിദ്ദയിൽ ചെന്നപ്പോ മോളോട് പറഞ്ഞു, 29 വയസ്സായി സജി ടീച്ചറെ ക്ലാസ്സിൽ ഞാൻ ഉണ്ട് മോളെ, ഇപ്പൊ എനിക്ക് ചെറിയൊരു കുഞ്ഞു കുട്ടിയായിട്ട് തോന്നുന്നത്. 29 വയസ്സായിക്കണെങ്കിലും ആ 3 മാസത്തിലും 4 മാസത്തിലും ചിരി കാണാൻ വേണ്ടി നമ്മൾ എത്ര കൊതിച്ചിക്കണ്. ഓ കുട്ടി ചിരിക്കണ എല്ലാരും ഓടി വരുന്നത് കാണുമ്പോഴൊരു സന്തോഷത്തിലാ. പക്ഷെ ഇപ്പൊ നമ്മള് ഓരോ ചിരി ഉണ്ടല്ലേ എന്നൊക്കെ പറയും. എനിക്കതൊക്കെ ശരിക്കും ഭയങ്കര
അല്ല, സംഭവത്തില് ഇത് ഭയങ്കര ഉപകാരമായി. വളരെ ഞാൻ എഴുതുന്നുണ്ട് ഇൻഷാ അള്ളാ മനസ്സിലുള്ളത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ബോറടിക്കുള്ള സമയം നഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ ഖൈർ, എല്ലാവരും ഇത് എത്തിക്കണം എന്ന് തന്നെയാണ്. അപ്പൊ ഇനിയുമുള്ള ഈ ഇത് നിങ്ങൾ പരസ്യം വിടുന്നതൊക്കെ ഞാൻ പല ഗ്രൂപ്പുകളിലേക്കും വിടുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ വിഷമങ്ങൾ, ഇപ്പൊ ഞാൻ നാളെ ഉമ്മാനെയും അമ്മായിമാനെയും കുറിച്ച് എനിക്ക് ആ വേർഡ് തന്നെ ഇഷ്ടമല്ല. അതൊക്കെ ശരിക്കും അന്തല്ലായിട്ടില്ല, അന്തക്കേടോട് തന്നെയാണ് ശരിക്കും വരുന്നത്. ശരിക്കും നമ്മള് മോന് സുഖവും സമാധാനം സന്തോഷം കൊടുക്കുന്ന ഒരു മോള്, അവളെ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം ശരിക്കും? അത് നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ ആ രൂപത്തിലേക്ക് സമൂഹത്തിനെ കൊണ്ടുവരാന് ഇത്തരത്തിലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അള്ളാ ഇത് തുടർന്ന് പോണം സജിയ. ആരോഗ്യം ഉണ്ടാവട്ടെ. അത് കൂടുതൽ പഠിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. ഇനി വെബിനാർ ആയാലും വേണ്ടിയില്ല, അതേപോലെയുള്ള എന്ത് സംഗതികൾ ഉണ്ടെങ്കിലും ഗ്രൂപ്പിലുണ്ടോ, ഈ ഗ്രൂപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. ഇൻഷാ അള്ളാ ഇതിന്റെ ഹയർ സ്റ്റഡിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ കുറച്ച് നന്നായിട്ടുള്ളമാര് കുറച്ചുകൂടി നന്നാവാനുണ്ട്. ഇൻഷാ അള്ളാ അള്ളാഹു ഖൈറാക്കട്ടെ. ഈ കൂടിയിട്ടം നന്മകൾക്കാകട്ടെ, സ്വർഗത്തിനാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേൾക്കുന്നില്ലേ? ഉണ്ട് സജനത്തെ ഡിസ്കണക്ട് ആയതാ തോന്നുന്നുണ്ട്. ആ എന്തോ സ്റ്റക്കായി കണ്ടായിരുന്നു. ഒരാളും കൂടെ ഉണ്ടല്ലോ. ഷെബു എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്? വെറുതെ ദേഷ്യപ്പെടണ്ടേ. എനിക്ക് എന്താ അറിയോ, പൊതുവേ വേഗം ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ ഇവര് ഒരു കാര്യം പലതവണ പറഞ്ഞ് ഞാന് ഒരു അടുക്കളയിൽ നിന്ന് ഒരു 10 തവണ ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അവരായിരിക്കുന്നോടൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ആകെ, അപ്പൊ ചിലപ്പോ ഒന്നും പറയില്ല. പക്ഷെ പിന്നെ ഇപ്പൊ സജനത്തെ പറഞ്ഞ പോലെ പിന്നെ അതിന്റെ മേലെ കൂടെ നമുക്ക് എന്തെങ്കിലും കിട്ടൂല്ലോ എപ്പോഴെങ്കിലും. അതല്ല, അപ്പൊ ഒരു എല്ലാം വട്ടം കൂടെ അങ്ങോട്ട് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും. കേൾക്കണില്ല. ഞങ്ങൾ 10 വട്ടം പറഞ്ഞ 10 വട്ടം പറഞ്ഞ കൂലി കിട്ടുന്ന ആലോചിച്ചാ മതി. ആ ഇൻഷാ അള്ളാ. ചിലപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിചാരിക്കും കേട്ടോ, അവരുടെ ഒരു ഇതിന് ഇങ്ങനെ പാട്ടിന് വിടാന്നല്ല, അങ്ങനെ നോക്കട്ടെ എന്താവും എന്നുള്ളത്. പക്ഷെ അതിന് കാത്തു നിൽക്കുക. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷൻ ആവും. ഇവർ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാല് ഇതാവില്ല ഇവരുടെ ശീലങ്ങള്. ഇപ്പൊ നേരം വൈകി കുളിക്കുക, സമയത്തിനൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ ശീലങ്ങൾ ഇതായി മാറുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ പിന്നെ ടെൻഷനായിട്ട് പിന്നെ ആകെ ബഹളാവും. വേണ്ട, ഞാൻ ചെലപ്പോ മോനെ ഇന്ന് സ്കൂൾക്ക് പോകണ്ട പറഞ്ഞാല് അന്ന് പോകണ്ട, സാരല്ല, എന്താ അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം അല്ലേ? ഒരു ദിവസം സ്കൂൾക്ക് പോയില്ലെങ്കിൽ നിരക്കൊന്നും കിട്ടൂലല്ലോ. ഇവിടെ ചിലപ്പം ഒരു മിഠായിക്ക് പോലും ഞാനൊരു റെസ്ട്രിക്ഷൻ വെക്കും. അതൊക്കെയാണ് ചിലപ്പോ എനിക്ക് തോന്നി എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ തോന്നും. അങ്ങനെ മിഠായിക്ക് പോലും അമിതമായിട്ട് അവരിങ്ങനെ ചോദിച്ചു വരുമ്പോ അതിന് പോലും ഒരു റെസ്ട്രിക്ഷൻ വെക്കും. ഞാൻ തരും, അപ്പൊ കഴിച്ചാ മതി എന്നുള്ള ഒരു രീതിയിൽ പറയുമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ. ചിലപ്പോ എന്നിട്ട് എനിക്ക് തോന്നി എന്തിനാ അങ്ങനെ പറയണം, അവര് ചോദിക്കുമ്പോ അത് കൊടുക്കാമല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ ചിലപ്പോ എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു മൂഡാണെങ്കിൽ എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അയവ് വരും. പക്ഷെ നമ്മളാ പ്രായത്തിലെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ തിന്ന മിഠായിന്റെ കണക്ക്, നമ്മൾ തിന്ന പുളിന്റെ കണക്ക്. ഞാൻ സ്കൂള് ഹിസ്റ്ററിന്റെ ടീച്ചറായിരുന്നു. അല്ലെ, അങ്ങനെയല്ല, എന്റെ ലൈഫ് ഏകദേശം ഇങ്ങനെയായിരുന്നു. അതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ പണ്ടില്ലേ ഈ പുളിങ്കുരു ഞാൻ എന്റെ ഉമ്മാനെ കുറ്റപ്പെടുത്തല്ല. എന്റെ അതായത് അന്നും ഇന്നും എന്നും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്റെ ഉമ്മ. പക്ഷെ നമ്മുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഉമ്മാക്ക് എല്ലാത്തിനും ഒരു ചിട്ടയായിരുന്നു. അപ്പൊ കറക്റ്റ് ടൈമിൽ കുളി വരെ, ചിലപ്പോ നമ്മള് ഹോളിഡേയ്സിലൊക്കെ എല്ലാരും സെറ്റായി വലിയൊരു കൂട്ടുകുടുംബത്തിലാണ് ഞാനൊരു 10-14 വയസ്സ് വരെ വളർന്നത്. അപ്പൊ എല്ലാരും കളിക്കാൻ അങ്ങനെ സെറ്റായി വരുമ്പോ ഉമ്മ കുളിക്കാൻ വിളിക്കും. പിന്നെ ഇവര് കളിക്കുന്നത് കണ്ടിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ ആ കാലത്തുണ്ടായിരുന്നില്ല ഒരു പുളിങ്കുരു വറക്കല്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അതൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് താത്താരും കാക്കാരൊക്കെ ഉമ്മ കാണാണ്ട് കൊണ്ടുത്തരും. അങ്ങനെയൊക്കെയായിരുന്നു. ഒരു പക്ഷെ അതെന്റെ ഇന്നർ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ അതൊക്കെ എനിക്ക് തന്നെ അറിയാം പലതും. ഓരോ സാഹചര്യത്തിൽ ഇതാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ആ ഒരു എന്താ അറിഞ്ഞൂടാ. എന്തായാലും ഇൻഷാ അള്ളാ മാറാനുള്ള ശ്രമത്തിലാണ്. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതൊന്നുമില്ല.
ഓ പ്രാർത്ഥിക്കണ്ട് കുറച്ചോനെ. കാരണം പിന്നെ ഹൈറാക്കട്ടെ. വിഷമാവേ എനിക്ക് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ തോന്നുന്നു എനിക്ക് എന്താ എന്റെ കുട്ടികളോട് സ്നേഹമില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ തോന്നി. പിന്നെ അത് സങ്കടായി. അങ്ങനെ ഒരു ഇതിൽ കൂടെ പോകും സ്നേഹമില്ലായിട്ടല്ലേ, ചില നമ്മൾ ദിവസങ്ങളില്. ഗുണകാംക്ഷ സ്നേഹം ഏറുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ആ നമ്മളെ കാഴ്ചപ്പാട്, നമ്മളെ വ്യൂസ് കൂടെ ഒരു വരുന്നില്ലേ എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോഴേ. ഇൻഷാ അല്ലാഹ് ഒക്കെ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടും. ഇതിപ്പോ അതന്നെ. ഐഷു ഇപ്പൊ എവിടേക്ക് പോയി? അറിയില്ല. പിന്നെ ഞാൻ ലെഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ, എനിക്കിപ്പോ ഒരു ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്. ആ ഐഷത്താട് ശരി. പറഞ്ഞാ മതിയേ. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മള് രണ്ടാളുള്ളൂ അല്ലേ? നമ്മളൊന്നാലും ലെഫ്റ്റ് ആവുക. അമ്മായി കാണ, വൈശമ്മേനെ കാണുന്നില്ലല്ലോ.